കണ്ണൂർ വിഷൻ നേർരേഖയിലേക്ക് പ്രിയ പ്രേക്ഷകർക്ക് സ്നേഹപൂർവ്വം സ്വാഗതം. നേർരേഖ ഈ എപ്പിസോഡിൽ ചർച്ച ചെയ്യുന്നത് ആരോഗ്യ രംഗവും ഇൻഷുറൻസുമാണ്. നമ്മുടെ ആരോഗ്യം എന്ന് പറയുന്നത് പരമപ്രധാനമാണല്ലോ. മനുഷ്യന് ആരോഗ്യം ഉണ്ടെങ്കിലേ നമുക്ക് പിന്നെ ജീവിതത്തിൽ നിലനിൽപ്പുള്ളൂ. എന്തുണ്ടായിട്ട് കാര്യമില്ല, ആരോഗ്യം ഇല്ലെങ്കിൽ പോയി. അപ്പോൾ ആരോഗ്യം സംരക്ഷിക്കണമെങ്കിലോ ചികിത്സ വേണം. രോഗങ്ങൾ ഇന്ന് ഏതൊക്കെ രോഗങ്ങൾ ഏത് വഴിക്കാണ് കടന്നു വരുന്നതെന്ന് നമുക്ക് പിടികിട്ടുന്നില്ല. പലപ്പോഴും പല ആശുപത്രികളിലും ഡെയിലി ബില്ല് കുറയ്ക്കാൻ എത്തുന്ന ഫോൺ കോളുകളുടെ എണ്ണം കൂടുതലാണ്. ചികിത്സാ സഹായം തേടിക്കൊണ്ടുള്ള കരച്ചിലുകൾ, സങ്കടം പറച്ചിലുകൾ നിരന്തരം സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുകയാണ്. പലരും ഇതൊരു പ്രൊഫഷനായിട്ട് എടുത്തിട്ടുണ്ട്. രോഗം വന്നാൽ ചികിത്സയ്ക്ക് പണം ഉണ്ടാക്കി കൊടുക്കുന്നവർ വരെ രംഗത്തുണ്ട്. അവരെ നമ്മൾ വലിയ അനുകമ്പയോടെ കാണുകയും കേൾക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ എത്ര കാലം നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും? പണ്ട് ഒരു പ്രധാനപ്പെട്ട അസുഖം വന്നാൽ അത് ചികിത്സിക്കണമെങ്കിൽ നമ്മൾ കിലോമീറ്ററുകളോട് സഞ്ചരിക്കണം. മംഗലാപുരം, കോഴിക്കോട്, അല്ലെങ്കിൽ തിരുവനന്തപുരം, ചെന്നൈ, പല നഗരങ്ങളിലേക്ക് നമ്മൾ യാത്ര ചെയ്യും. അതും പിരിവെടുത്തൊക്കെ ആളുകൾ കൊണ്ടുപോകും. ഇന്ന് ആധുനിക ചികിത്സ നമ്മുടെ പടിവാതിൽക്കൽ റെഡിയാണ്. പണ്ടൊക്കെ ഒരു സർജറി കഴിഞ്ഞാൽ ദിവസങ്ങളോളം ആശുപത്രി, പിന്നെ വീട്. ഇന്ന് രാവിലെ സർജറി കഴിയുന്നു, വൈകുന്നേരം വീട്ടിലേക്ക് പോകുന്നു. പ്രധാനപ്പെട്ട രോഗങ്ങൾക്കെല്ലാം ഏറ്റവും ആധുനികമായ ചികിത്സ നമുക്ക് ലഭിക്കുന്നു. അപ്പോൾ ചികിത്സാ ചെലവ് കൂടും. പണ്ട് രോഗം വന്നാൽ മരണം, ചികിത്സ തന്നെ അപൂർവമായ വിദഗ്ധ ചികിത്സ നമുക്ക് ലഭിക്കുമായിരുന്നുള്ളൂ. ഇന്ന് ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള റോബോട്ടിക് സർജറി ഉൾപ്പെടെയുള്ള എല്ലാ ആധുനിക ചികിത്സകളും നമുക്ക് നമ്മുടെ വീടിനടുത്ത് ലഭ്യമാകുന്നു. അപ്പോൾ അതിന് ചികിത്സയ്ക്ക് പൈസ കണ്ടെത്തണ്ടേ? അസുഖം വന്നിട്ട് ചികിത്സയ്ക്ക് പണം കണ്ടെത്താനുള്ള നെട്ടോട്ടം പല വഴിക്കും കാണുന്നു. യഥാർത്ഥത്തിൽ നമ്മളങ്ങനെ ഓടണോ? ഒരു സാധാരണക്കാരൻ ഒരു ഇരുചക്ര വാഹനം എടുത്താൽ കൃത്യമായി അതിന് ഇൻഷുറൻസ് എടുക്കും. ആ വണ്ടിക്ക് എന്തെങ്കിലും പറ്റിയാൽ, ആ വണ്ടി ഇടിച്ച് ആർക്കെങ്കിലും നമ്മൾ വളരെ ആകുലതയോടെ അതിനെ കാണുന്നു. എന്നാൽ നമുക്ക് എന്തെങ്കിലും സംഭവിച്ചാലോ ചിന്തിക്കുന്നുണ്ടോ? അപ്പോൾ നമുക്ക് ഈ ആരോഗ്യ ഇൻഷുറൻസ് അനിവാര്യമാണോ? ഇതേക്കുറിച്ചാണ് ഇന്നത്തെ നേർരേഖ ചർച്ച ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ ചർച്ച ചെയ്യാൻ നമുക്ക് കേരളത്തിൽ ആരോഗ്യരംഗത്ത് വിപ്ലവകരമായ മാറ്റങ്ങൾക്ക് തുടക്കം കുറിച്ച ഫർഹാൻ യാസിൻ നമ്മോടൊപ്പം ചേരുകയാണ്. നമ്മുടെ വീടുകളിലെത്തി നമ്മളെ ചികിത്സിക്കുന്ന ഒരു കോൺസെപ്റ്റിന് തുടക്കം കുറിച്ചയാളാണ് ഫർഹാൻ. വീടുകളിലെത്തി ഹോം കെയർ എന്ന ആശയം കേരളത്തിന് സമ്മാനിച്ച ഫർഹാൻ യാസിൻ, അദ്ദേഹം കിംസിൻ്റെ കോഫൗണ്ടറാണ്. നമുക്കറിയാം, ആസ്റ്റർ മിംസിൻ്റെ വൈസ് ചെയർമാനായിരുന്ന ആളാണ്. അദ്ദേഹം നമ്മോടൊപ്പം ചേരുന്നുണ്ട്. അതുപോലെ തന്നെ സ്റ്റാർ ഹെൽത്താണ് ഇന്ന് നമ്പർ 1 നമ്മുടെ രാജ്യത്ത് നിൽക്കുന്നത്. അതിൻ്റെ അഡ്വൈസർ മുഹമ്മദ് ഹിഷാം. രണ്ടുപേർക്കും നേർരേഖയിലേക്ക് സ്വാഗതം. അപ്പോൾ ഹോസ്പിറ്റൽ രംഗത്ത് പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള ഫർഹാനിൽ നിന്ന് തുടങ്ങാം. ഇൻഷുറൻസ് എന്നാൽ എന്ത്? അത് ആരോഗ്യരംഗത്ത് ഇൻഷുറൻസ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ടറാണ്. കാരണം ഔട്ട് ഓഫ് പോക്കറ്റ് ട്രീറ്റ്മെൻറ്റ് എക്സ്പെൻഡിച്ചർ കൂടിക്കൊണ്ടിരിക്കുകയാണ്. അത് ഇനിയും ഓരോ വർഷം കൂടത്തേ ഉള്ളൂ. കോവിഡിന് മുന്നേ എടുക്കുകയാണെങ്കിൽ ഇൻഷുറൻസ് ഉള്ള ആൾക്കാരുടെ എണ്ണം വളരെ വളരെ കുറവായിരുന്നു. കോവിഡ് വന്നു, ഒരു പ്രതീക്ഷയുമില്ലാണ്ട് നമ്മൾ എല്ലാവരും ആശുപത്രി അഡ്മിറ്റ് ആയ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. എന്ന് വെച്ചാൽ ജനസംഖ്യ മൊത്തത്തിൽ കോവിഡ് ബാധിച്ചു. വെന്റിലേറ്റേഴ്സിൽ കിടന്ന സാഹചര്യവും ഒരുപാട് പൈസ ആൾക്കാർക്ക് ചിലവായി. വീട് വിറ്റ ചികിത്സിച്ച കഥകളുണ്ട്, വീടും ബിസിനസ്സും കംപ്ലീറ്റ്ലി പോയ കഥകളുണ്ട്. അപ്പോൾ കോവിഡ് ഒരു ജനജീവിതത്തെ സ്തംഭിപ്പിച്ച ഒരു അസുഖമായിരുന്നു. നമ്മളാരും പ്രതീക്ഷിച്ചിട്ടില്ല. ഈ ഇത് നമ്മൾ ഇത്രയും വർഷത്തെ ആയുസിനിടയ്ക്ക് ഇതുപോലത്തെ ഒരു മഹാമാരി നമ്മളാരും വരുമെന്നുള്ളൊരു എക്സ്പെക്ടേഷനും ഇല്ലായിരുന്നു. അന്ന് ഇൻഷുറൻസ് ഉള്ളവർ സത്യം പറഞ്ഞാൽ അവരുടെ സമ്പത്തും അവരുണ്ടാക്കിയ സ്വത്തും ഒക്കെ ഇന്നും സേഫാണ്. ഇൻഷുറൻസ് ഇല്ലാത്ത ആൾക്കാർ ശരിക്കും ഇപ്പോഴും അവർ കര കയറിയിട്ടില്ല. പല ബിസിനസ്സും പോയി. കോവിഡ് സമയത്ത് കംപ്ലീറ്റ്ലി പൊട്ടിപ്പോയത് മെല്ലെ കയറി വരുന്നേ ഉള്ളൂ. അല്ലെങ്കിൽ കോവിഡ് സമയത്ത് നഷ്ടമായത് ഇപ്പോഴും തിരിച്ചു പിടിക്കാനുള്ള ശ്രമത്തിലാണ് എല്ലാവരും. അപ്പൊ ഈ കോവിഡ് വന്നതിന് ശേഷം ഒരു മാറ്റം എന്ന് വെച്ചാൽ കുറച്ചും കൂടെ ആൾക്കാർക്ക് ഒരു അവയർനെസ് വന്നിട്ടുണ്ടെങ്കിലും പൂർണ്ണമായിട്ട് ഇൻഷുറൻസ് എടുക്കുന്ന രീതിയിൽ ഇന്നും കേരളം പ്രത്യേകിച്ച് എത്തിയിട്ടില്ല. കേരളത്തിലെ ജനസംഖ്യ 3.5 കോടിക്ക് മുകളിലുണ്ട്, അല്ലേ? ഇപ്പം നമ്മളിപ്പോൾ എല്ലാ ജില്ലകളിലെ ഹോസ്പിറ്റൽസ് ഉള്ളതുകൊണ്ട് നമുക്കിത് അറിയാൻ പറ്റും. വടക്കൻ കേരളത്തിൽ ഇൻഷുറൻസ് ഉള്ള ആൾക്കാരുടെ എണ്ണം ഏതാണ്ട് ഒരു 8% ഉണ്ടാവും. അത് കോഴിക്കോട് പിന്നെയും കൂടുതലുണ്ടാവും. പക്ഷെ കണ്ണൂരിലോട്ട് വന്നു കഴിഞ്ഞാൽ അത് കുറയും. കാസർഗോഡ് പോയി കഴിഞ്ഞാൽ അതൊന്നും ഇല്ലാണ്ടായി മാറും. ഓവറോൾ 3.5 കോടി ജനസംഖ്യയിൽ കേരളം ഒട്ടാകെ എടുത്താൽ ഈ മെയിൻ സിറ്റീസിലുള്ള ആൾക്കാർക്ക് 20% 30% ഉണ്ടെങ്കിലും ഒട്ടാകെ 14 ജില്ലകൾ തമ്മിൽ എടുത്താൽ ഒരു 9%
ജനസംഖ്യ മാത്രമേ ഇൻഷുറൻസ് എടുത്തിട്ടുള്ളൂ. നിങ്ങൾ ആലോചിക്കണം, 3.5 കോടി ജനസംഖ്യയുള്ള കേരളത്തിൽ 10% താഴെ എന്ന് പറയുമ്പോൾ 35 ലക്ഷത്തിന് താഴെ മാത്രമേ ഇൻഷുറൻസ് എടുത്തിട്ടുള്ള ജനങ്ങളുള്ളൂ. അപ്പം ബാക്കിയുള്ള 3.25 കോടി അല്ലെങ്കിൽ 3 കോടി 15 ലക്ഷം ആൾക്കാർ ഇന്നും ആരോഗ്യത്തിന് വേണ്ടിയുള്ള ചെലവുകൾ അവരുടെ സമ്പാദ്യത്തിൽ നിന്നാണ് ചെലവാക്കിക്കൊണ്ടിരിക്കുന്നത്, അല്ലേ? അപ്പൊ അതൊരു തിരുത്തപ്പെടേണ്ട ഫാക്ടർ അല്ലേ? തീർച്ചയായിട്ടും. നമുക്ക് തിരിച്ചു വരാം. മുഹമ്മദ് ഹിഷാം, Yes, sir. ഈ ഇൻഷുറൻസ് എന്ന് പറഞ്ഞാൽ സാധാരണക്കാരന് ഇപ്പോഴും അതേക്കുറിച്ചൊരു ബോധം വന്നിട്ടില്ല. അതെ. ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ തന്നെ രോഗം നമ്മുടെ നിഴലായി നമ്മുടെ കൂടെയുണ്ട്. അതെ. നമ്മുടെ നിഴലായി നമ്മുടെ കൂടെ എപ്പോഴും ഇവനിങ്ങനെ മുന്നിൽ കയറി നിൽക്കും, പകച്ചു പോകും പല മനുഷ്യരും. അങ്ങനെയുള്ള മനുഷ്യരോട് ഒരു ഇൻഷുറൻസ് അഡ്വൈസർ എന്ന നിലക്ക് താങ്കളുടെ ആദ്യമായി പറയാനുള്ള കാര്യം എന്താണ്? അസുഖം, അപകടം, ഇത് രണ്ടും നമ്മൾ ക്ഷണിക്കാതെ വരുന്ന രണ്ട് അതിഥികളാണ്. വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്തിനാ വന്നതെന്ന് ചോദിക്കാൻ പറ്റില്ല. പക്ഷെ ഇത് രണ്ടും വരുമ്പോഴാണ് നമുക്ക് നമ്മുടെ സമ്പാദ്യത്തിന്റെ വാല്യൂ നമുക്ക് മനസ്സിലാവുന്നത്. നമ്മൾ അന്ന് വരെ നമ്മൾ സ്വരുക്കൂട്ടി വെച്ച പൈസ കംപ്ലീറ്റ് നമുക്കൊരു ഹോസ്പിറ്റലിൽ നമ്മൾ കൊണ്ട് ചിലവാക്കേണ്ടി വരും. അപ്പോഴും നമുക്ക് നമ്മുടെ ആരോഗ്യം തിരിച്ച് കിട്ടുമോ എന്നുള്ള ഫാക്ടർ രണ്ടാമത്തെയാണ്. പക്ഷെ അന്ന് വരെയുള്ള സമ്പാദ്യം നമ്മൾ ബാക്കിയുള്ള ഒരു മ്യൂച്വൽ ഫണ്ടോ ഒരു SIPയോ അല്ലെങ്കിൽ ഒരു ബാങ്കിൽ ഒരു FDയോ അതിനൊക്കെ വേണ്ടി നമ്മൾ റിട്ടേൺ കിട്ടുന്നത് എന്ന് വിചാരിച്ച് നമ്മൾ കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യും. പക്ഷെ നമ്മൾ ആരോഗ്യത്തിന് നമ്മൾ അത്രത്തോളം നമ്മൾ പരിഗണിക്കുകയില്ല. നമ്മൾ ആരോഗ്യത്തെ പരിഗണിച്ചാൽ മാത്രമേ നമുക്ക് ഇതുപോലെ ഇനിയും സമ്പാദിക്കാൻ പറ്റുള്ളൂ എന്നുള്ളൊരു ചിന്ത ആളുകൾക്ക് വന്നിട്ടില്ല. ഒരു ഹോസ്പിറ്റൽ കേസ് വരുമ്പോൾ ഒരു സാധാരണ രീതിയിൽ ഇപ്പം ഒരു ഹോസ്പിറ്റൽ കേസ്, ഒരു അപകടമോ ഒരു അസുഖം വരുമ്പോൾ എങ്ങനെയും ഏറ്റവും ആധുനികമായ ചികിത്സ എവിടെയാണോ നമുക്ക് ലഭ്യമാകുന്നത് അവിടേക്കാണ് ആളുകൾ പോകാൻ നോക്കുന്നത്. പക്ഷെ അതൊരു അപകടമോ അസുഖമോ വന്നാൽ ശേഷം മാത്രം. അതിനുശേഷം പിന്നെ അവർ ആലോചിക്കുന്നത് അവിടെ വരുന്ന ഹോസ്പിറ്റൽ ബില്ലുകളെ പറ്റിയാണ്. അതിനുവേണ്ടി അവർ സമ്പാദിച്ച് വെച്ച് അവരെ അസറ്റുകളോ ചിലപ്പം സ്വർണം പണയം വെച്ച് അങ്ങനെയൊക്കെ ഒരുപാട് ആളുകൾ കാണുന്നുണ്ട്. പക്ഷെ അതിനു മുമ്പ് അവർ ചിന്തിക്കാത്തത് എന്തുകൊണ്ട് മുന്നേ ഒരു ഹെൽത്ത് ഇൻഷുറൻസ് എടുത്ത് വെച്ചിരുന്നെങ്കിൽ ഒരു 10,000-ഓ ചിലപ്പോൾ ഒരു 20,000-ഓ അതിലേക്ക് താഴെയായിരിക്കും ചിലപ്പം ഒരു വർഷം പ്രീമിയം വരുന്നത്. അത് നമ്മൾ മുടക്കിക്കഴിഞ്ഞാൽ അതിന് നമുക്ക് റിട്ടേൺ കിട്ടുന്നത് പണം എന്ന രീതിയിൽ നമുക്ക് റിട്ടേൺ കിട്ടുന്നില്ല എന്ന് വിചാരിച്ച് പലരും അവോയ്ഡ് ചെയ്യും. പക്ഷെ അതിനേക്കാൾ ഉപരി നമ്മളൊരു ഹോസ്പിറ്റൽ കേസ് വന്നു കഴിഞ്ഞാൽ ലക്ഷങ്ങളാണ് നമുക്ക് അവിടെ ലാഭം വരുന്നത്. നമുക്ക് കയ്യിൽ നിന്ന് ചിലവാകാതെ ലക്ഷങ്ങൾ നമുക്കവിടെ ലാഭം വരുന്നു എന്ന് ചിന്തിക്കുന്നില്ല ആളുകൾ. നോർമൽ ആളുകൾ ചിന്തിക്കുന്നില്ല. ശരിക്കും അത് ചിന്തിക്കണം. ഇപ്പോഴത്തെ ഇപ്പോൾ 2025 ഈ വർഷം നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മൾ ചിന്തിക്കണം, ഇപ്പം നമ്മുടെ ചുറ്റുപാടും കേട്ട് വരുന്ന അസുഖങ്ങൾ, പെട്ടെന്ന് വരുന്ന അപകടങ്ങൾ നമുക്കിതൊന്നും തടുത്ത് നിർത്താൻ പറ്റില്ല. പക്ഷെ ഇതിന് എഗെയിൻസ്റ്റ് നമുക്ക് വേണമെങ്കിൽ ഒരു ഷീൽഡ് പോലെ നമുക്കൊരു ഇൻഷുറൻസ് എടുത്ത് വെക്കാം. ആ ഇൻഷുറൻസ് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് എന്തെങ്കിലും പറ്റിപ്പോയാൽ തന്നെ ഈ ലക്ഷങ്ങളുടെ നമുക്ക് ചികിത്സാ ചെലവ് നമുക്ക് വെറും ആയിരങ്ങൾ മുടക്കി, ഒരു പ്രീമിയത്തിൽ ആയിരങ്ങൾ മുടക്കി നമുക്ക് അവിടെ സേവ് ചെയ്യാൻ പറ്റും. നിർബന്ധിതമായി ചെയ്യേണ്ട ഒരു ഫർഹാനോട് ഒരു ചോദ്യം. താങ്കൾ ഈ ആസ്റ്ററിൻ്റെ വൈസ് ചെയർമാൻ ആയിരുന്നു, ഇപ്പോൾ ഈ പറയുന്ന വലിയ ഹോസ്പിറ്റൽസുകളുടെ കണ്ണിലേക്ക് വരികയാണ്. ഒരു ദിവസം ശരാശരി ഈ ചികിത്സാ സഹായം തേടിക്കൊണ്ട് വരുന്ന കോളുകളുടെ എണ്ണം എങ്ങനെ, അതിൻ്റെ സ്വഭാവം എങ്ങനെ, അത് പറഞ്ഞാലേ നമുക്ക് ഇതിൻ്റെ അനിവാര്യത കൃത്യമായി പറയാൻ പറ്റും. നമുക്ക് പണ്ട് ഞാൻ മുന്നേ ആസ്റ്ററിലായിരുന്നപ്പോഴും ഇപ്പോഴും ഇപ്പം നമ്മൾ കേരളത്തിൽ 2 ഹോസ്പിറ്റൽസ് തുടങ്ങിയിട്ടുണ്ട്. ഈ 2 ഹോസ്പിറ്റൽസിൽ വൈകുന്നേരം ഒരു 3:30 മണി മുതൽ നമുക്കൊരു 6 മണി വരെ ഈ ബില്ലാവുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ഫോൺ കോൾസ് വരും. അത് രാഷ്ട്രീയ പ്രവർത്തകരിൽ നിന്ന് വരാം, അല്ലെങ്കിൽ ആ സ്ഥലത്തുള്ള പ്രമാണികളിൽ നിന്ന് വരാം. എല്ലാം ഈ രോഗികൾക്ക് എന്തെങ്കിലും ബില്ല് സഹായിക്കാൻ വേണ്ടി വരുന്നതാണ്. അപ്പൊ എന്തുകൊണ്ട് ഇത് സഹായിക്കാൻ പറ്റുന്ന വെച്ചാൽ ഞാൻ എപ്പോഴും മനസ്സിലാലോചിക്കുന്ന ഒരു കാര്യം, ഇവർക്ക് ആർക്കും ഇൻഷുറൻസ് ഇല്ല. അതുകൊണ്ടാണല്ലോ ഇവർക്ക് നമ്മുടെ അടുത്ത് നിന്ന് പൈസ ഇളവ് ചോദിക്കേണ്ടി വരിക. പൈസ ഇളവ് നമ്മൾ പറ്റാവുന്നതൊക്കെ ചെയ്ത് കൊടുക്കാറുണ്ട്, വേറെ കാര്യം. പക്ഷെ ഇവർക്കൊരു മനസ്സിലാകാത്തൊരു വലിയ സത്യം ഉള്ളതെന്ന് വെച്ചാൽ, ഇപ്പം നേരത്തെ പുള്ളി പറഞ്ഞ ലൈൻ നിന്ന് ഞാൻ തുടങ്ങാം. നവാസ്കയ്ക്ക് ഒരു കാറ് വാങ്ങിക്കണം. നിങ്ങളുടെ വരുമാനത്തിന് അനുയോജ്യമായ EMI അടയ്ക്കാൻ പറ്റുന്ന ഒരു കാറ് നിങ്ങൾ വാങ്ങിക്കും. ചിലപ്പോൾ നിങ്ങൾക്ക് BMW വാങ്ങിക്കാൻ പറ്റുമായിരിക്കും, ചിലപ്പോൾ നിങ്ങൾക്ക് മാരുതി കാറേ വാങ്ങിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഏതാണ് നിങ്ങളുടെ വരുമാനം, ആ വരുമാനത്തിന് അനുയോജ്യമായ വണ്ടി നിങ്ങൾ വാങ്ങിക്കും. നിങ്ങൾക്കൊരു വീട് വെക്കണം. ആ വീട് വെക്കുമ്പോഴും വീടിന് എടുക്കുന്ന ലോൺ തിരിച്ചടയ്ക്കാൻ പറ്റുന്ന രീതിയിലുള്ള സംഖ്യയിൽ നിങ്ങൾ ലോൺ എടുക്കുകയുള്ളൂ. ഒരിക്കലും പറ്റാത്ത സംഖ്യ എടുക്കില്ലല്ലോ. അപ്പം ഇതെല്ലാം നമുക്ക് ചെയ്യുന്ന കാര്യങ്ങൾ. എന്നാൽ നമ്മുടെ വരുമാനം അനുസരിച്ച് നമുക്ക് ഇതിനൊക്കെ ചിലവുകൾ വെക്കാം. വണ്ടി വാങ്ങിക്കാം, വീട് വാങ്ങിക്കാം, എല്ലാം നമുക്ക് പ്ലാൻ ചെയ്ത് കൊണ്ടുപോകാം. പക്ഷെ പ്ലാൻ ചെയ്യാത്തൊരു കാര്യമുള്ളൂ, ഹെൽത്ത്. അത് എൻ്റെ വരുമാനം അനുസരിച്ചല്ല എനിക്ക് അസുഖം വരിക. എൻ്റെ വരുമാനം അനുസരിച്ച് അസുഖം വരും, എനിക്ക് കുഴപ്പമൊന്നുമില്ല, എനിക്ക് ആ വരുമാനത്തിൻ്റെ ചിലവാക്കിയാൽ മതി.
പക്ഷെ ആരോഗ്യം എനിക്ക് എത്ര മാസ വരുമാനം ഉണ്ട്, വാർഷിക വരുമാനം ഉണ്ട് എന്ന് നോക്കിയിട്ടല്ലല്ലോ എനിക്ക് വരുന്നത്. അത് വരുമാനം ഉണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല, ചെറുത് മുതൽ വലുത് വരെയുള്ള എല്ലാ ആൾക്കാർക്കും പെട്ടെന്നുണ്ടാകുന്ന അസുഖങ്ങൾ പലതും ഉണ്ടാവും. അതാരും മനഃപൂർവ്വം വിളിച്ചു വരുത്തുന്നതല്ല, ആരും പ്രതീക്ഷിക്കുന്നതല്ല, അപ്രതീക്ഷിതമായി വീട്ടിൽ വരുന്ന ഒരു സംഭവമാണ് അസുഖം. പക്ഷെ അപ്രതീക്ഷിതമായി വീട്ടിൽ, നമ്മുടെ ദൃശ്യ സിനിമയിലെ മോഹൻലാൽ പറയും പോലെ അപ്രതീക്ഷിതമായ ഒരു വന്ന അതിഥി നമ്മുടെ കുടുംബത്തെ ചിന്ന ഭിന്നമാക്കി കളയുന്നു എന്നുള്ളതാണ്. അപ്പൊ ആ കുടുംബത്തെ ചിന്ന ഭിന്നമാക്കാൻ പാടില്ല. അപ്രതീക്ഷിതമായി വരുന്ന അസുഖം ഒരിക്കലും നമ്മൾ അധ്വാനിച്ച പണത്തെയോ അധ്വാനിച്ചുണ്ടാക്കിയ വീടിനെയോ കൊണ്ടുപോകാൻ പാടില്ല. 2, നമ്മുടെ കുട്ടികൾക്ക് വേണ്ടി പഠിക്കാൻ വെച്ച പൈസ അത് മൊത്തം ചെലവാക്കേണ്ടി വരും. കുട്ടികൾ അനുഭവിക്കുന്ന ബാധ്യത, അതായത് ഒരു വീട്ടിലെ കാരണവർക്ക് അസുഖം വന്ന് 50 ലക്ഷം രൂപ വരെ ചികിത്സാ ചെലവിനെ കൊണ്ടുവന്ന് ഈ കുട്ടികൾ അവരുടെ ജീവിതകാലം മുഴുവൻ ഈ കടം വീട്ടാനായിട്ട് അധ്വാനിക്കും. ഇത് നമ്മുടെ നാട്ടിലെ ശരാശരി കുടുംബങ്ങളിൽ, ഇടത്തര കുടുംബങ്ങളിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. ദുരിതമായിരിക്കും. അതായത് മനുഷ്യൻ BPL-ലേക്ക് കടന്നു പോകുന്നതാണ് ആശുപത്രി ബില്ലുകൾ കൊണ്ട് പറ്റിക്കൊണ്ടിരിക്കുന്നത്. അത് കോവിഡ് വന്നപ്പോൾ നമ്മൾ കണ്ടതാണ്. അപ്പൊ ജനങ്ങൾ വിചാരിക്കും ഇതെല്ലാം ആശുപത്രിക്കാർ പൈസ ഉണ്ടാക്കുന്നതല്ലേ, അപ്പൊ ഇവർക്ക് പൈസ കുറച്ചാൽ പോരെ എന്നൊരു ചോദ്യം ചോദിക്കും. പക്ഷെ ആശുപത്രിയുടെയും ചെലവ് ദിനം പ്രതി കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ എന്തായാലും ബില്ല് കൂടിക്കൊണ്ടേ ബില്ല് ഇപ്പൊ എല്ലാ വർഷവും ഹൈക്കല്ലേ വരുള്ളൂ. ഒരിക്കലും ഓരോ വർഷം കൂടുതൽ ബില്ല് താഴോട്ട് വരില്ല. കാരണം ഒരു ഹോസ്പിറ്റലിനെ പറ്റി ചിന്തിക്കുകയാണെങ്കിൽ നമ്മുടെ എംപ്ലോയീസ് സാലറി എല്ലാ വർഷവും വർധന വേണം. നമ്മൾ പുതിയ പുതിയ എക്യുപ്മെന്റ്സ്, ടെക്നോളജി നാട്ടിൽ വരുമ്പോൾ എല്ലാം ഇൻട്രൊഡ്യൂസ് ചെയ്യണം. ഒരു കാത്ത് ലാബിന് 7 വർഷത്തെ ലൈഫേ ഉള്ളൂ. അത് കഴിഞ്ഞ് പുതിയ കാത്ത് ലാബ് സ്ഥാപിക്കണം. ചെലവ് വർദ്ധിക്കും. ഈ വരുന്ന കോസ്റ്റ് എല്ലാം പേഷ്യന്റ് ബില്ലിംഗിലേക്കാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അല്ലാതെ കമ്പനി മുതലാളിക്കെടുത്ത് ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പോലും ബില്ലിംഗ് ഒരിക്കലും താഴോട്ട് കൊണ്ടുവരാൻ പറ്റില്ല. അങ്ങനെ കൊണ്ടുവരാൻ പറ്റുമെന്ന് പറയുന്നത് വെറുതെയാണ്. എല്ലാ വർഷവും ഒരു 8% മുതൽ 10% വരെ ബില്ല് കൂടിക്കൊണ്ടിരിക്കും. ഹെൽത്ത് കെയർ ഇൻഫ്ലേഷൻ നിൽക്കും. ഈ ഇൻഫ്ലേഷനിൽ നിൽക്കണമെങ്കിൽ നമുക്ക് നേരത്തെ പുള്ളി പറഞ്ഞ പോലെ ഷീൽഡ് എന്നൊരു സംഭവം, അല്ലെങ്കിൽ ഒരു മനുഷ്യ ജീവന് വേണ്ടി ഹെൽമെറ്റ് ആണ് ഇൻഷുറൻസ്. അപ്പം നിങ്ങൾക്ക് കാറിന് വാങ്ങിക്കാൻ പൈസയുണ്ട്, നിങ്ങൾക്ക് വീട് വാങ്ങിക്കാൻ പൈസയുണ്ട്. ഇതെല്ലാം പോട്ടെ, ഒരു നേരം ഭക്ഷണം ഒരു കുടുംബത്തിൽ ഒരു 3 പേരുണ്ടെങ്കിൽ ഇന്നത്തെ കാലത്ത് ഒരു ശനിയാഴ്ച ദിവസം ഒരു ഹോട്ടലിൽ പോയി കഴിക്കാൻ നല്ല പൈസ, ഒരു നേരത്തെ ഭക്ഷണത്തിന് ഒരു 2500 രൂപ നമ്മൾ എല്ലാ വീക്കെൻഡിലും, ചില ആൾക്കാർ എല്ലാ ദിവസവും ചെലവാക്കുന്നുണ്ട് അല്ലേ. അപ്പൊ ഒരു വീക്കെൻഡിൽ ഒരാൾ 3000 രൂപ ചെലവാക്കുന്ന പറയുമ്പോൾ 4 വീക്ക് 12000 രൂപ അവിടെ ചെലവായി. ഒരു കുടുംബത്തിൽ നല്ല അടിപൊളിയായിട്ട് ഭക്ഷണം കഴിക്കുന്നു. 3000 രൂപയ്ക്ക് നിന്നാ ഭാഗ്യം, അതിൽ കൂടുതലേ വരുള്ളൂ. അപ്പം നമ്മൾ ദൂരത്ത് ചെലവ് നമുക്ക് ഒരുപാടുണ്ട്. നമ്മളിങ്ങനെ ഒന്ന് ശ്രദ്ധിച്ചാൽ നമുക്ക് ഇൻഷുറൻസിലേക്ക് ഈ ഒരു 5 ലക്ഷം ഇൻഷുറൻസിന് പ്രീമിയം എത്ര വരും? ഒരു 26 വയസ്സ് തൊട്ട് ഒരു 35 വയസ്സ് വരെയൊക്കെ ഉള്ള ആളാണെങ്കിൽ വാർഷിക പ്രീമിയം ഒരു 5800. നമുക്ക് ഹിഷാമിനോട് ചോദിക്കാനുള്ളത്, ഇതൊരു ബാധ്യതയാണോ ഇൻഷുറൻസ് എടുക്കൽ? ശരാശരി മനുഷ്യന് ഇത് എടുക്കാൻ പറ്റുമോ? സമ്പന്നർക്ക് മാത്രമാണോ ഇത് എടുക്കാൻ പറ്റുക, അല്ലെങ്കിൽ സർക്കാർ ജീവനക്കാർക്കും കൃത്യമായി വരുമാനമുള്ളവരും മാത്രമാണോ ഇത് സാധിക്കുക? ഇത് സാധാരണക്കാർക്ക് പ്രാപ്യമാണോ? അതാണ് എൻ്റെ ചോദ്യം. എല്ലാ വ്യക്തിയും ഒരു ഹെൽത്ത് ഇൻഷുറൻസ് എടുത്ത് വെക്കണം. ഇത് പണക്കാർക്ക് മാത്രമുള്ളൊരു സാധനമല്ല. ഇത് എല്ലാ സാധാരണക്കാരനും എടുത്ത് വെക്കേണ്ട ഒരു വളരെ അനിവാര്യമായ, ലൈഫിൽ ഏറ്റവും അനിവാര്യമായ ഒരു സാധനമാണ് ഹെൽത്ത് ഇൻഷുറൻസ്. എപ്പോഴും സാധാരണ ഒരു തൊഴിലാളി 1000 രൂപ തൊഴിൽ ചെയ്യുന്ന, പറമ്പിൽ പോയി തൊഴിലെടുക്കുന്ന ഒരു തൊഴിലാളിക്ക് ഇതെടുക്കാൻ കഴിയും? എല്ലാവർക്കും എടുക്കാൻ പറ്റും. ആകെ വരുന്നത് ഒരു 5 ലക്ഷം രൂപ വരെയുള്ള ചികിത്സ ചെലവ് വരുന്ന ഒരു പോളിസിക്ക്. കൂടിപ്പോയി കഴിഞ്ഞാൽ ഒരു ദിവസത്തിന് ചിലപ്പം 25 തൊട്ട് 30 രൂപ വരെ വരുള്ളൂ ഒരു ദിവസം. ഒരു ചായ കുടിക്കുന്ന പൈസ 15 രൂപ 16 രൂപ ഉണ്ട് ഒരു ചായക്ക്. അതെ, ഒരു ചായയും ഒരു കടിയും കഴിക്കുന്ന പൈസയും കാട്ടും എത്ര കുറവാണ് ഹെൽത്ത് ഇൻഷുറൻസ്. മാറ്റി വെച്ചാൽ ഈ 5 ലക്ഷം രൂപയുടെ സുരക്ഷ. അതെ, 5 ലക്ഷമാണ് ഏറ്റവും കുറഞ്ഞത്. ഏറ്റവും കുറഞ്ഞ 5 ലക്ഷം രൂപ വരെ ചികിത്സാ ചെലവ് കവറാകുന്നത്. ശരിക്കും അത്രയൊക്കെ വരുന്നുള്ളൂ. പക്ഷെ അതൊരു വാർഷികം എന്ന് പറയുന്ന ഒരു രീതിയിൽ നോക്കുമ്പോൾ മാത്രം ചില ആൾക്കാർ അത് വലിയൊരു എമൗണ്ട് എന്ന് വിചാരിച്ചിട്ട് അത് മാറ്റി വെക്കുക. ഒരു ദിവസക്കണക്ക് നോക്കാതെ നമ്മളൊരു ദിവസത്തെ ചെലവിന്റെ പകുതിയുടെ പകുതി വരില്ല. ഇന്ന് ഏറ്റവും വലിയ നേട്ടം GST എടുത്ത് അതിലേക്ക് വരാൻ കുറയാണ്. അപ്പം ഈ നേരത്തെ ഹിഷാം പറഞ്ഞ പോലെ 25 രൂപ പെർ ഡേ എടുക്കാനില്ലാത്ത മലയാളി ഉണ്ട് ഇന്ന് കേരളത്തിലില്ല. ഏതൊരു ശരാശരി മലയാളിയും ഒരു ദിവസം 3 ചായ കുടിക്കും.
അതെ. അല്ലേ? 3 ഞാനെല്ലാം 10 മിനിമം 3 കുടിക്കും. കുടിക്കും. ഇതിൽ ഒരു ചായ നമ്മുടെ ജീവിതത്തിൽ നിന്ന് ബ്രേക്ക് ചെയ്താൽ മാറ്റി വെച്ചാൽ നമുക്കൊരു 100 കലോറി ഇൻടേക്ക് കുറയും ചെയ്യും. നമുക്ക് അത്രയും എനർജി ബേൺ ചെയ്യേണ്ട ആവശ്യമില്ല. 100 കലോറി ഒരു ചായയുടെ കലോറി വരുന്നുണ്ട്. ആ 100 കലോറിന്റെ ചായ ഇൻഷുറൻസിന് വേണ്ടി മാറ്റി വെക്കുക. ഒരു നഷ്ടം ഉണ്ടാവുന്നില്ല. അവന്റെ ലൈഫ് സെക്യൂർഡ് ആണ്. അവൻ ജീവിതം നല്ല ആഘോഷിച്ച് ജീവിച്ചോട്ടെ. അവൻ ലൈഫ് സെക്യൂർഡ് ആണ്. ഒരു വിഷയവും അവർക്ക് ഉണ്ടാവില്ല. പിന്നെ ഫറാൻ സാർ പറഞ്ഞ പോയിന്റ് തന്നെ എടുക്കാം. ഇപ്പം കേന്ദ്രം എന്തുകൊണ്ട് ബാക്കിയുള്ളതിലൊക്കെ GST കുറയ്ക്കുകയും ഹെൽത്തിന്റെ കാര്യം വന്നപ്പോൾ അത് 0% അവർ അത്രയും ഇമ്പോർട്ടൻസ് ഇപ്പം ഹെൽത്തിനുള്ളതുകൊണ്ടാണ്. ഹെൽത്ത് കെയർ എന്ന് പറയുന്നതിൽ ഇപ്പൊ വേണമെങ്കിൽ അവർക്ക് ടാക്സ് അവർക്ക് എടുക്കാൻ വരുന്നു. പക്ഷെ GST വെറും 0%. അവർക്ക് അതിൽ വരുമാനമൊന്നുമില്ല. അത് 0% അത് അത്രത്തോളം ഇമ്പോർട്ടൻസ് ഉണ്ട്. അത് അത്രത്തോളം ആളുകളിലേക്ക് എത്തണം എന്നുള്ളൊരു കോൺസെപ്റ്റ് കൊണ്ട് തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പം ആളുകൾക്ക് അത് അഫോർഡബിൾ. എത്രയോ ആയിരക്കണക്കിന് രൂപയാണ് ഇപ്പം ആളുകൾക്ക് സേവിങ് ആയി കിട്ടിയത്. അല്ലെങ്കിൽ 18% GST. 18% എന്ന് പറയുമ്പോൾ ഇപ്പോൾ 1 ലക്ഷം രൂപയാണെങ്കിൽ അതായത് 18,000 രൂപ GST ആയിട്ട് പോകുന്നതാണ്. അപ്പൊ അത്രത്തോളം എമൗണ്ട് കുറഞ്ഞു കിട്ടി. ഇപ്പൊ അതുകൊണ്ട് പോളിസിയിൽ നല്ല ഡിഫറൻസ്. അതെ, പോളിസിയിൽ വർധന വരികയും ചെയ്തു. ആൾക്കാർക്ക് അത് കൂടുതൽ അഫോർഡബിൾ ആയിട്ടുള്ള രീതിയിൽ വരികയും ചെയ്തു. ഈ താങ്കളൊക്കെ ഈ ആരോഗ്യരംഗത്തേക്ക് വരുമ്പോൾ ഇൻഷുറൻസ് അങ്ങനെ വ്യാപകമായിരുന്നു. ഈ ഇൻഷുറൻസിനെ കുറിച്ചൊരു ബോധം വന്നു തുടങ്ങിയിട്ട് പല ഹോസ്പിറ്റൽസിൽ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസ്, അതേപോലെ തന്നെ പല ഇൻസ്റ്റിറ്റ്യൂഷനിൽ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസ്, അവർ എംപ്ലോയി സേഫ്റ്റി പ്രോഗ്രാമിന്റെ ഭാഗമായിട്ട് ആ പർട്ടിക്കുലർ എംപ്ലോയർ തന്നെ ഇൻഷുറൻസ് എടുക്കുന്ന സിസ്റ്റമാണ് ഇത് കൊണ്ടുവന്നത്. കാരണം അതെങ്കിലും ആൾക്കാരിലേക്ക് എത്തിക്കാൻ വേണ്ടി. ഇപ്പം പെട്ടെന്ന് ഒരാൾക്ക് അസുഖം വന്നു കഴിഞ്ഞാൽ അവർക്ക് ആ ശമ്പളത്തിൽ നിന്ന് ഒരിക്കലും മീറ്റ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് ഒരു എംപ്ലോയർ റെസ്പോൺസിബിലിറ്റിയാണ് ഇവർക്ക് കമ്പൽസറി ഹെൽത്ത് ഇൻഷുറൻസ് കൊടുക്കുക. വിദേശ രാജ്യങ്ങളൊക്കെ അത് ആ ലെവലിൽ ജോലി ചെയ്യുന്നവർക്ക് കിട്ടുള്ളൂ. മലയാളികളിൽ 5 ലക്ഷം പേര് സർക്കാർ ലെവലിലുണ്ട്. സാധാരണ ഇടത്തരക്കാര് ഇതിൽ ബോധമല്ല. ഇതിന് പ്രധാനപ്പെട്ട കാര്യം, ഇപ്പൊ വണ്ടി വാങ്ങിക്കുമ്പോൾ നമ്മൾ നിർബന്ധിത ഇൻഷുറൻസ് എടുക്കണം. കാരണം അല്ലെങ്കിൽ വണ്ടി നിരത്തിറക്കാൻ പറ്റില്ല. അപ്പൊ നമ്മൾ തേർഡ് പാർട്ടി ഇൻഷുറൻസ് എങ്കിലും മിനിമം കയ്യിൽ വേണം. ഹെൽത്തിനെ സംബന്ധിച്ച് ഒരു കുട്ടി ജനിക്കുമ്പോൾ ഇൻഷുർഡ് ആവണം എന്നൊരു നിയമമില്ല. നിയമം വരേണ്ടതാണ്. അതെ, അത് നിയമം ഇനി വരുത്തണം. കാരണം ഇന്ന് അങ്ങനെ ഒരു മുദ്രാവാക്യം ഉയരണം, തീർച്ചയായും വരണം. കാരണം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇത്രയും ജനസംഖ്യയുള്ള ഒരു രാജ്യമായതുകൊണ്ട് സർക്കാരിന് ഈ കംപ്ലീറ്റ് ജനസംഖ്യക്ക് സൗജന്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി അല്ലെങ്കിൽ സൗജന്യ ഇൻഷുറൻസ് കൊടുക്കാൻ പറ്റില്ല. US-ലും UK-ലും ഒക്കെ കമ്പൽസറി ഇൻഷുറൻസ് ഉണ്ട്. അപ്പൊ അതായത് ഏതൊരു കുട്ടി ജനിച്ച അന്ന് മുതൽ അവർ ഇൻഷുർഡ് ആയിരിക്കും. അപ്പൊ അവർക്ക് ഔട്ട് ഓഫ് പോക്കറ്റ് ഹെൽത്ത് കെയർ എക്സ്പെൻഡിച്ചർ ഇല്ല. പക്ഷെ ഇന്ത്യയിൽ ഇത്രയും ജനസംഖ്യയുള്ള രാജ്യത്ത് ഒരിക്കലും ഗവൺമെന്റ് ഇത്രയും വലിയൊരു ബാധ്യത എടുക്കാൻ പറ്റില്ല. അപ്പൊ അവിടെ ഇൻഡിവിജ്വൽസ് അത് ചെയ്യണം. കാരണം UK-ല് നിങ്ങൾക്ക് കമ്പൽസറി ഇൻഷുറൻസ് ഉണ്ട്, നിങ്ങൾ ഗവൺമെന്റ് ഫ്രീ ആയിട്ട് ഇൻഷുറൻസ് പ്രൊവൈഡ് ചെയ്യുന്നത്, അവിടെ നിങ്ങൾ ചെയ്യുന്ന ടാക്സ് വളരെ കൂടുതലാണ്. 50% ടാക്സ്. ഇതിൽ ടാക്സ് അത്ര ഇല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ പോക്കറ്റിൽ നിന്ന് നമ്മൾ അതിനെ മാറ്റി വെക്കണം. അത് നമ്മുടെ ലൈഫിലെ ഫിനാൻഷ്യൽ പ്ലാനിങ്ങിൽ ആദ്യം ചെയ്യേണ്ടതാണ്. ഈ സാധാരണക്കാരൻ്റെ ഒരു കൺഫ്യൂഷൻ എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ എല്ലാത്തിനും ഇൻഷുറൻസ് കവറിങ് കിട്ടില്ല. ഇപ്പം പല ആളും പറയും, ഞാൻ ഇൻഷുറൻസ് ചേർന്നു, ആശുപത്രി കിടന്നിട്ട് ബില്ല് കിട്ടിയില്ല, ഞാൻ ക്ലെയിം ചെയ്തിട്ട് എനിക്ക് കിട്ടിയില്ല, നമുക്ക് നിരന്തരം പരാതികൾ വരാറുണ്ട്. അതേക്കുറിച്ച് എന്താ പറയാം സാർ? അത് പ്രോപ്പറായിട്ട് നമ്മൾ ആദ്യം കാര്യങ്ങൾ നമ്മൾ ഡിക്ലെയർ ചെയ്യണം. ഒന്ന്, നമ്മളുടെ ഭാഗത്തുനിന്ന് നമ്മളൊരു ഇൻഷുറൻസ് പോളിസി എടുക്കുന്ന സമയത്ത് ഇപ്പം നമുക്ക് എന്തെങ്കിലും ഒരു ഡയബറ്റീസ് പേഷ്യൻ്റ് ആണെങ്കിൽ, അല്ലെങ്കിൽ ഒരു BP പേഷ്യൻ്റ് ആണെങ്കിൽ, അല്ലെങ്കിൽ നമുക്ക് എക്സിസ്റ്റിംഗ് ആയിട്ട് എന്തൊരു അസുഖമുള്ള പേഷ്യൻ്റ് ആണെങ്കിൽ നമ്മൾ അത് ഡിക്ലെയർ ചെയ്യണം. കാര്യങ്ങൾ നമ്മൾ ഡിക്ലെയർ ചെയ്യണം. അല്ല നമ്മൾ വെറുതെ ഇതൊരു വണ്ടിക്ക് വേണ്ടി എടുക്കുന്ന ഒരു ഇൻഷുറൻസ് പോലെയല്ല, നമ്മൾ ആരോഗ്യത്തിന് വേണ്ടി എടുക്കുന്നതാണ്. അപ്പം നമുക്ക് ചില നമുക്ക് പ്രീ എക്സിസ്റ്റിംഗ് ഡിസീസ് എന്ന് പറയും, ഇതുപോലെ ഡിസീസുകൾക്ക് നമുക്ക് വെയിറ്റിംഗ് പീരീഡ് ഉണ്ടാകും. മിക്ക ആൾക്കാരും ഈ വെയിറ്റിംഗ് പീരീഡും കാര്യങ്ങളൊന്നും പറഞ്ഞു കൊടുക്കാതെ നമ്മൾ ഇൻഷുറൻസ് എടുക്കുന്ന സമയത്ത് നമ്മൾ ഹോസ്പിറ്റൽ കേസുകളും കാര്യങ്ങളും വരുമ്പം ഇത് മുന്നേ പറയാത്തത് എന്നുള്ള രീതിയിൽ റിജക്ഷൻസ് വന്നേക്കാം. ഒന്നാമത്തേല് നിങ്ങളുടെ ഇൻഷുറൻസ് പോളിസി ഈ പുസ്തകം ഒന്ന് മുഴുവൻ വായിച്ചിട്ട് ഒരാൾക്ക് ഇതിനകത്ത് ചേരാൻ കഴിയും. ബാങ്ക് ലോൺ എടുക്കുന്നവര്, ഒരു ബാങ്ക് ലോൺ എടുക്കാൻ അവൻ ആ കടലാസം മുഴുവൻ വായിച്ചാൽ ജന്മത്തിലും ബാങ്ക് ലോൺ എടുക്കൂല എന്ന് പറഞ്ഞതുപോലെ നിങ്ങൾ ഈ കൊടുക്കുന്ന കടലാസം മുഴുവൻ വായിച്ചിട്ട് സാധാരണക്കാരൻ ഇതിനകത്ത് ചേരാൻ പറ്റില്ല. നിങ്ങളത് കൃത്യമായി അത് നിങ്ങളുടെ ഈ ഏജന്റുമാരും നിങ്ങളുടെ ഈ സംവിധാനം കൃത്യമായി ബോധ്യപ്പെടുത്തുന്നുണ്ടോ എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. അതെ, അഡ്വൈസേഴ്സ് ആക്ച്വലി പറഞ്ഞു കൊടുക്കണം. അത് അഡ്വൈസേഴ്സിന്റെ ബാധ്യസ്ഥതയും കൂടിയാണ്. അഡ്വൈസ് നൽകുന്ന ആളുകൾ എത്രമാത്രം സാധാരണക്കാരിലേക്ക് എത്തുന്നു എന്നുള്ളതാണ് എൻ്റെ ഒരു അടുത്ത ചോദ്യം. അതെ, അഡ്വൈസർമാർ എപ്പോഴും അഡ്വൈസർമാർ എപ്പോഴും കാര്യങ്ങൾ ഓപ്പൺ ആയിട്ട് അവർ പറഞ്ഞു കൊടുക്കണം. അത് വെറും കമ്മീഷന് വേണ്ടി മാത്രമാകരുത്. നമ്മൾ ഒരാൾ പോളിസി എടുക്കുമ്പം ആ സാധാരണക്കാരന് മനസ്സിലാകുന്ന ഭാഷയിൽ അവർക്ക് എല്ലാ കാര്യങ്ങളും കമ്മ്യൂണിക്കേറ്റ് മനസ്സിലാക്കി കൊടുക്കണം. അങ്ങനെ ഒരു ട്രെയിനിങ് യഥാർത്ഥത്തിൽ നിങ്ങൾ കൊടുക്കുന്നുണ്ട്?
അത് ചിന്തിക്കേണ്ടതാണ്. എന്താ നമസ്കാരം, അതിലൊരു കാര്യമുണ്ട്. അത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇപ്പൊ നമ്മൾ ഇൻഷുറൻസ് എടുക്കണം എന്ന് പറയുന്നുണ്ട്. ഒരു സാധാരണക്കാരന് എന്താണ് ഇൻഷുറൻസ് ഇപ്പോഴും മനസ്സിലാവാത്ത ഒരുപാട് ആൾക്കാരുണ്ട്. നമ്മുടെ ആശുപത്രിയിലേക്ക് ആൾക്കാർ വരും, ഇൻഷുറൻസ് എടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞാൽ ഒരു ചികിത്സ മുന്നോട്ട് കൊണ്ടുപോകും. ഫൈനൽ ബില്ല് വരുന്ന ദിവസം ഇൻഷുറൻസ് കമ്പനി ഇത് റിജക്ട് ചെയ്യും. ഇവർ പെട്ടുപോകും. അപ്പൊ ഇവർ വിചാരിക്കും നമ്മൾ എല്ലാ വർഷവും പ്രീമിയം അടയ്ക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഈ വർഷം നമ്മൾ എടുത്തിട്ട് 3 മാസമായി, 4-ാം മാസം നമുക്ക് അസുഖം വന്നു, എന്തുകൊണ്ട് ഈ ക്ലെയിം കിട്ടിയില്ല. അപ്പോഴാണ് ആശുപത്രിക്കാർ ഇതിന് എന്തെങ്കിലും കളിക്കുന്നുണ്ടോ, ഇതിൽ ഇൻഷുറൻസ് കമ്പനിക്കാരൻ പറ്റിച്ചു, ഇതൊക്കെ ആരോപണങ്ങൾ വരുന്നത്. അപ്പൊ അതില് എനിക്ക് ഹിഷാമിനോട് എടുത്ത് പറയാനുള്ളത്, നേരത്തെ നവാസ്ക പറഞ്ഞത്, സാധാരണക്കാരൻ ഇൻഷുറൻസ് എടുക്കും മുന്നേ ഇവന് ഉള്ള അസുഖം സത്യസന്ധമായിട്ട് തുറന്ന് പറയണം. അത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാല് അപ്പൊ അതിൽ റെക്കോർഡിക്കലി ഈ പേഷ്യന്റ് അതിന് എല്ലാ ഇൻഷുറൻസുകാരും മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഹാജരാക്കുന്നുണ്ടല്ലോ ഇപ്പോൾ. ഹാജരാക്കുന്നുണ്ട്. പക്ഷെ മെഡിക്കൽ സർട്ടിഫിക്കറ്റില് അപ്പം ഡയബറ്റിക് കണ്ടുപിടിച്ചാലും ഇത് ഇത്ര വർഷമായിട്ട് ഉണ്ടോ ഇല്ലയോ എന്ന് പറയുന്നില്ല. പ്രശ്നം എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാല് ചിലപ്പോ ഈ ആള് തന്നെ അറിയുന്നുണ്ടാവില്ല ഡയബറ്റിക് ആണെന്നുള്ളത്. അതൊരു കാര്യമുണ്ട്. സാധാരണക്കാരോട് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ട്. പക്ഷെ പ്രശ്നം വരുന്നത് വെച്ചാൽ ഇവർ ഹോസ്പിറ്റലിൽ ഡോക്ടറെ കൊണ്ട് കാണിക്കുന്ന സമയത്ത് ഇത് കൃത്യമായിട്ട് പറയും, എനിക്ക് 10 വർഷമായിട്ട് ഡയബറ്റിക്സ് ഉണ്ട്, 10 വർഷമായിട്ട് ഞാൻ ഈ ഗുളിക കഴിക്കുന്നുണ്ട്. അപ്പൊ ഹോസ്പിറ്റൽ ഡോക്ടേഴ്സ് ഈ റെക്കോർഡിൽ അത് വരും, എഴുതി വെക്കും. ഫൈനൽ ബില്ല് ആകുമ്പോഴത്തേക്ക് കംപ്ലീറ്റ് ഹോസ്പിറ്റൽ ഇപ്പൊ EMR ആണ്, ഇലക്ട്രോണിക് മെഡിക്കൽ റെക്കോർഡ്സ് ആണ്. ഈ മെഡിക്കൽ റെക്കോർഡ് എല്ലാ ഇൻഷുറൻസ് കമ്പനിക്കും നമുക്ക് ആക്സസ് കൊടുക്കും. കാരണം അവർ ഈ മെഡിക്കൽ റെക്കോർഡ് അവരുടെ കമ്പനിയിലെ ഡോക്ടേഴ്സ് ഉണ്ടാവും, അവരിത് പരിശോധിച്ചിട്ടാണ് ബില്ല് അപ്രൂവൽ നൽകുക. അപ്പൊ അതുകൊണ്ടാണ് ഇൻഷുറൻസ് പേഷ്യന്റ് എപ്പോഴും ഡിസ്ചാർജ് ചെയ്യുന്നതിന് ഒരു 3 മണിക്കൂർ 4 മണിക്കൂർ എടുക്കും ഈ ബില്ല് അപ്രൂവൽ. അതെന്തിനാ? ഈ പരിശോധന അവിടെ നടക്കുകയാണ്. അതായത് ഈ രോഗി ആശുപത്രി അഡ്മിറ്റ് ആയിട്ടാണോ ബില്ല് ജനറേറ്റ് ആയത്, ഈ ആശുപത്രിയിൽ ഈ രോഗികൾക്ക് ഈ ചികിത്സ ആവശ്യമുണ്ടായിരുന്നോ ഇല്ലയോ, 3 ഇത് OPD അടിസ്ഥാനത്തിൽ ചെയ്യേണ്ട കാര്യമായിരുന്നോ അതോ ഇൻഷുറൻസ് പൈസ കിട്ടാൻ വേണ്ടി മാത്രം അഡ്മിറ്റ് ആക്കിയതാണോ, ഈ രോഗിക്ക് മുൻകൂട്ടി ഇത്രയും അസുഖങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് എന്തുകൊണ്ട് ഇൻഷുറൻസ് ഉള്ളപ്പോൾ ചെയ്തില്ല. അപ്പം പേഷ്യന്റ് ഇൻഷുറൻസ് എടുക്കുന്ന സമയത്ത് എനിക്ക് ഡയബറ്റിക് ഇല്ല, ആ സമയത്ത് ബ്ലഡ് ടെസ്റ്റും ഷുഗർ നോർമൽ ആയിരിക്കും. പക്ഷേ ഈ പേഷ്യന്റ് മരുന്നെടുത്തിട്ടായിരിക്കും ഷുഗർ നോർമൽ ആയിരിക്കുന്നത്. അത് ഇൻഷുറൻസ് കമ്പനിക്ക് തിരിച്ചറിയാൻ പറ്റില്ലല്ലോ, അല്ലേ? അപ്പം ഹോസ്പിറ്റൽ റെക്കോർഡ് പോകുമ്പോൾ ഞാൻ ഗ്ലൈക്കോമെറ്റ് മെറ്റ്ഫോർമിൻ ഞാൻ ഒരു 10 വർഷമായിട്ട് കഴിക്കുന്നുണ്ട് കൃത്യമായിട്ട് ഉണ്ടാവും. കാരണം ഡോക്ടറോട് പോയി കള്ളം പറയാൻ പറ്റില്ലല്ലോ, ഡോക്ടറോട് കള്ളത്തിന് പറയാൻ പറ്റില്ല, ചികിത്സയെ ബാധിക്കില്ലേ. അവിടെയാണ് ജനങ്ങൾ ഈ പ്രശ്നത്തിലേക്ക് വന്നതും. ഇൻഷുറൻസ് കമ്പനിക്കും ബാധ്യതയാണല്ലോ. കാരണം ഇവര് ഇപ്പം 5,000 രൂപ 3 വർഷം 15,000 രൂപ പ്രീമിയം അടിച്ചിട്ട് ഒരു അസുഖം വരുമ്പം ഒരു 5 ലക്ഷം രൂപ അങ്ങോട്ട് കൊടുക്കുകയാണ്. അപ്പൊ ഇൻഷുറൻസ് കമ്പനി നഷ്ടത്തിലാവുകയാണ്. അപ്പൊ ഈ അസുഖം ഉണ്ടെങ്കിൽ ഇൻഷുറൻസ് കമ്പനിക്ക് ആ പ്രശ്നം വരുന്നില്ല. അപ്പൊ നല്ല ജാഗ്രത പുലർത്തണം. ഹിഷാമേ, ഇപ്പം ഈ സാധാരണ ഒരാൾ ആശുപത്രി കിടക്കുമ്പോൾ ഇൻഷുറൻസ് ആണെങ്കിൽ അവന്റെ ബില്ല് വേറൊരു തരത്തിൽ, സാധാരണ ഇൻഷുറൻസ് ഇല്ലാത്ത ആളുകളുടെ ബില്ല് വേറൊരു തരം, ഇത്തരത്തിൽ വലിയ പ്രചരണം നടക്കുന്നുണ്ട്. അതേക്കുറിച്ച് താങ്കളുടെ ഒരു നിരീക്ഷണം എന്താണ്? സർ, അത് ശരിക്കും ഒരു കറക്റ്റായ രീതിയല്ല. ഇപ്പം മെജോറിറ്റി നമുക്ക് ക്യാഷ്ലെസ് ആയിട്ടാണ്, നമ്മൾ ശരിക്കും പേഷ്യൻസ് തന്നെ അറിയുന്നില്ല. ശരിക്കും അങ്ങനെ തന്നെയാണ് പറയുന്നത്. ഇപ്പം കണ്ണൂരിൽ തന്നെ നമുക്കിപ്പം ഓൾമോസ്റ്റ് നമുക്ക് 33 ഹോസ്പിറ്റൽസ്, പ്രമുഖമായ 33 ഹോസ്പിറ്റൽസ്, കിംസ് ഉൾപ്പെടെ നമുക്ക് ക്യാഷ്ലെസ് ഫെസിലിറ്റി നമുക്ക് അവൈലബിൾ ആണ്. അതായത് ഹോസ്പിറ്റലിൽ നമുക്കൊരു അഡ്മിറ്റ് കേസ് വന്ന് ഡിസ്ചാർജ് ആകുന്നത് വരെയുള്ള കാര്യങ്ങൾ നമ്മൾ അറിയുന്നതേ ഇല്ല. ശരിക്കും ക്യാഷ്ലെസ് സംവിധാനം അതിനാണ്. ഈ ബാക്കി നമുക്ക് ചിലപ്പോൾ ഹോസ്പിറ്റലിൽ ഇൻഷുറൻസ് ആണോ എന്നുള്ളത് ഫസ്റ്റ് മനസ്സിലാവുമല്ലോ. പേഷ്യന്റ് IP ആവുമ്പോൾ തന്നെ ഇൻഷുറൻസ് ഉണ്ടോ എന്ന് ചോദിക്കും. ഇൻഷുറൻസ് ഉള്ള പേഷ്യൻസിനുള്ള ബില്ലും ഇൻഷുറൻസ് ഇല്ലാത്ത പേഷ്യൻസിന്റെ ബില്ലും രണ്ടാണെന്ന് പറയുന്നു. അങ്ങനെയുള്ള സംഭവങ്ങൾ താങ്കളുടെ ശ്രദ്ധയിലുണ്ടോ? ഇല്ല. ഇദ്ദേഹത്തോട് കൂടി ചോദിക്കേണ്ട ചോദ്യമാണ്. എന്താണ് പറയാൻ അങ്ങനെ ഒരു പ്രചരണം? ഹോസ്പിറ്റൽസ് സെൽഫ് പേയും ഇൻഷുറൻസും തമ്മിൽ വ്യത്യാസം വരാൻ പാടില്ല. കാരണം ബില്ലിംഗ് സിസ്റ്റം ഒന്ന് തന്നെയാണ്. ഓരോ ഇൻഷുറൻസ് നമ്മൾ പാക്കേജ് അപ്രൂവൽ എടുക്കണം. ഇപ്പം നമുക്ക് ഇത്ര രൂപയാണ് ഈ പാക്കേജിന് ഇവിടെ അനുവദിച്ച് തരിക എന്നുള്ള അപ്രൂവൽ എടുക്കണം. ഈ അസുഖങ്ങൾക്ക് ഇങ്ങനെ പാക്കേജ് ഉണ്ടോ? നമുക്കിപ്പം സർജറീസ് ഉണ്ടല്ലോ, അപ്പൊ അതിലിപ്പം ഹിസ്റ്റക്ടമി, അതേപോലെ നമ്മുടെ സ്റ്റോൺ സർജറീസ്, ആൻജിയോപ്ലാസ്റ്റി, ഇത് നമ്മൾ സെൽഫ് പേ പേഷ്യൻസ് ഇപ്പൊ പൈസ മുടക്കി ഒരു പാക്കേജ് ആയിട്ടില്ലേ കൊടുക്കുക. അതായത് അഡ്മിഷൻ മുതൽ ഡിസ്ചാർജ് വരെ ഇത്ര ദിവസം ഇത്ര രൂപയാണ് എല്ലാം കൂടി. അല്ല, അപ്പൊ അതിനൊരു ചോദ്യം, ഇപ്പൊ നിങ്ങളൊരു സ്റ്റോണോ അതുമായിട്ട് ഒരു സർജറി നടത്തുന്നു, ഈ സർജറിക്കുള്ളിൽ കോംപ്ലിക്കേഷനിലേക്ക് പോകാനുള്ള സാധ്യത ഉണ്ടല്ലോ, അപ്പൊ ഈ പാക്കേജിൽ നിൽക്കില്ല. അപ്പൊ എന്താണ് അതിന് ഇൻഷുറൻസ് കമ്പനിക്ക് നമ്മൾ അതിന്റെ എക്സ്പ്ലനേഷൻ കൊടുക്കണം, എന്തുകൊണ്ട് ഈ പേഷ്യന്റ് പാക്കേജിനേക്കാൾ മുകളിലായി. അപ്പൊ അതിന് ഡോക്ടറിന്റെ കൃത്യമായി നോട്ട് അതിൽ വെക്കണം, ഡോക്ടർ ലെറ്റർ കൊടുക്കണം. അതായത് ചില സമയത്ത് 3 ദിവസം കൊണ്ട് നമുക്ക് ഡിസ്ചാർജ് ചെയ്യുന്ന രോഗിയുടെ BP കൂടുതലായതുകൊണ്ടോ അല്ലെങ്കിൽ ICU വാസം പ്രതീക്ഷനേക്കാളും കൂടുതൽ വന്നുകൊണ്ടോ
അല്ലെങ്കിൽ തിയേറ്ററിൽ കയറുന്ന സമയത്ത് മറ്റൊരു കാരണവശാൽ സർജറി മാറി വേറെ 2 സർജറി ആയിട്ട് ചെയ്യേണ്ടി വന്നുവെങ്കിൽ എല്ലാ ഇൻഷുറൻസ് കമ്പനിക്കാർക്ക് അത് ഡിനൈ ചെയ്യാനൊന്നും പറ്റില്ല. അത് അവർ അക്സെപ്റ്റ് ചെയ്തേ പറ്റൂ. പക്ഷെ അതിന് ആധികാരികമായ ഡോക്യുമെന്റ് ചികിത്സിച്ച ഡോക്ടറെ കൊടുക്കണം. ഇപ്പൊ കൂടുതൽ കേസുകൾ റിജക്ഷൻ വരുന്നുണ്ടല്ലോ, അതെന്തുകൊണ്ടാണ്? റിജക്ഷൻ എനിക്ക് തോന്നുന്നു 2023 കണക്കിലൊക്കെ 7,000 കോടിയുടെ റിജക്ഷൻ ഇന്ത്യയിൽ ഉണ്ടായി എന്നാ പറയുന്നത് ഒരു കണക്ക്. റിജക്ഷൻ വരുന്നതിന് ഒരു റീസൺ ഈ പറയുന്ന പ്രീ എക്സിസ്റ്റിംഗ് ഇൽനസ് പ്രോപ്പറായിട്ട് അറിയിക്കാത്തതുകൊണ്ടാണ്. അത് ഇൻഷുറൻസ് കമ്പനികൾ നിയമത്തിൽ തന്നെ അത് പറയുന്നുണ്ട്. അപ്പൊ അത് നമ്മൾ അവെയർ അല്ല. അതാണ് ഹിഷാമിനോട് എനിക്ക് പറയാനുള്ളത്. ഇൻഷുറൻസ് എടുക്കുന്ന ഒരാൾക്ക് കൃത്യമായിട്ട് അവരിത് കിട്ടുമോ ഇല്ലയോ എന്നുള്ളത് കൃത്യമായി കൊടുത്തിട്ട് തന്നെ അവനിത് പൈസ വാങ്ങിക്കാൻ പാടുള്ളൂ. കാരണം അവൻ അറിയണം. അതേപോലെ ഇൻഷുറൻസ് എടുക്കുന്നവര് നമ്മളൊരു വണ്ടി വാങ്ങിക്കുമ്പോൾ നമ്മൾ 100,000 കാര്യം വണ്ടിയെ പറ്റി ആലോചിക്കും. അതിന്റെ മൈലേജ് എത്ര കിട്ടുമോ, അതിന്റെ സർവീസ് ഇവിടെ കിട്ടുമോ, ഇതൊക്കെ ആലോചിക്കും. ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുമ്പോൾ ഇതൊന്നും ആലോചിക്കും, ഒപ്പിട്ടം കൊടുത്തിട്ട് വരും. ഇപ്പൊ ഇന്ത്യയിൽ എത്ര ഇൻഷുറൻസ് കമ്പനികളുണ്ട് ശരിക്കും? കണക്കൂർ ഏറ്റവും ഈ നിങ്ങൾ സ്റ്റാർ ഹെൽത്തിന്റെ അഡ്വൈസർ എത്ര വർഷമായി? സ്റ്റാർ ഹെൽത്ത് 19 വർഷമായി. ഈ സ്റ്റാർ ഹെൽത്ത് സാധാരണക്കാരിലേക്ക്, ഈ സാധാരണ മനുഷ്യർക്ക് കൊടുക്കുന്ന 5 ലക്ഷത്തിലാണോ പോളിസി തുടങ്ങുന്നത്? നമുക്ക് അതിലും ചെറിയ പോളിസികളുണ്ട്. പക്ഷെ നമുക്ക് ഏറ്റവും ബെനിഫിഷ്യൽ ആയിട്ട് വരുന്നത് ഇപ്പം നമുക്ക് ക്യാഷ്ലെസ് സംവിധാനങ്ങൾ വരുന്നത് നമുക്ക് 5 ലക്ഷം തൊട്ട് മേലേക്ക് നമുക്ക് വരാം. നമുക്ക് ഏറ്റവും ചുരുക്കം നമ്മൾ പറഞ്ഞ ചിലപ്പോൾ അതിലും ചെറുത് എടുത്തിട്ട് നമുക്ക് ഉപകാരമില്ലാതെ ഇപ്പോൾ നമുക്കിപ്പം വരുന്ന ഇപ്പം ഇൻഫ്ലേഷൻ, ഇപ്പോൾ ഓരോ വർഷം കൂടുന്ന വിലവർദ്ധനവ്, ഈ വിലവർദ്ധനവിലൊക്കെ നമുക്ക് ഏറ്റവും ഒരു ഹോസ്പിറ്റൽ കേസ്, നമുക്ക് നല്ലൊരു ട്രീറ്റ്മെന്റ് വേണ്ട ഹോസ്പിറ്റലിൽ പോയി ഒരു ഹോസ്പിറ്റൽ അഡ്മിറ്റ് കേസ് വന്നാൽ എങ്ങനെയും ഒരു 1 ലക്ഷത്തിന് മേലെ എന്തായാലും വരും. ഒരു 2 ലക്ഷം രൂപയൊക്കെ ശരിക്കും 1 ലക്ഷം നമ്മൾ ആൾക്കാരെ സമാധാനത്തിന് നമുക്ക് പറയാനേ ഉള്ളൂ. ശരിക്കും നമുക്ക് 2 ലക്ഷം രൂപയ്ക്ക് മേൽപോട്ടൊക്കെ നമുക്ക് എന്തായാലും ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് കേസ് വരും. ഒരു സാധാരണക്കാരൻ ഒരു ഡെയിലി ഒരു കൂലി ജീവിക്കുന്ന ഒരാൾക്ക് ഒരു 2 ലക്ഷം രൂപ എന്ന് പറഞ്ഞാൽ ഇന്നും എത്തിപ്പിടിക്കാൻ പറ്റാത്തൊരു സ്വപ്നം തന്നെയാണ്. വലിയ പ്രശ്നം തന്നെയാണ്. നമുക്ക് പറയുമ്പോൾ ചിലപ്പോൾ 2 ലക്ഷം രൂപ എന്ന് പറയുമ്പോൾ നമുക്ക് പെട്ടെന്ന് പറഞ്ഞു പോകാന്നുള്ള രീതിയിലല്ലാതെ എളുപ്പമല്ല. ഇതിപ്പം ഈ സർജറിയുടെ കാര്യമില്ല നിങ്ങൾ പറയുന്നുള്ളൂ. ഏറ്റവും കൂടുതൽ നമ്മൾ അതാണ് പറയും. സാധാരണക്കാരന് ഒരു പനി വന്ന ആശുപത്രി കിടക്കുകയാണെങ്കിൽ ശരാശരി എത്ര ദിവസം കിടക്കേണ്ടി വരുന്നുണ്ട്? ഇപ്പം ഒരു 2 ദിവസം മുതൽ മുകളിലോട്ട് പോകുന്നു. ഒരു ഇൻഫെക്ഷൻ കൂടി സപ്പോർട്ട് ചെയ്ത് 24 hours സ്റ്റേ മിനിമം വരുമല്ലോ. 24 hours തൊട്ട് മുകളിലോട്ട് പോകും. അപ്പം അങ്ങനെ ഒരു പനി വന്നാൽ ഒരു പനിക്കാരന് ശരാശരി വരുന്ന ബില്ല് എത്രയായിരിക്കും? സാധാരണഗതിയിൽ എങ്ങനെയായാലും ഒരു പെർ ഡേ 10,000 rupees പുറത്തു പോകും. മിനിമം 10,000 rupees പുറത്തു പോകും. ഒരു 3 ദിവസം കിടന്ന 30,000 രൂപ ആവും. കാരണം റൂം റെന്റ്, നഴ്സിംഗ് ചാർജ് തുടങ്ങിയ എല്ലാ തസ്തികളില്ലേ. ഈ 30,000 രൂപ ഇൻഷുറൻസ് ഉണ്ടെങ്കിൽ ഇവർക്ക് 5 പൈസ കയ്യിൽ നടക്കേണ്ട ആവശ്യമില്ല. മൊത്തം ഇൻഷുറൻസ് ക്ലെയിം കിട്ടും അല്ലേ. അതാണ് ഇൻഷുറൻസിന്റെ പ്രത്യേകത. 30,000 രൂപ എനിക്ക് മാസം 50,000 രൂപ ശമ്പളം കിട്ടും. എനിക്കൊരു പനി വന്നതിന് ആശുപത്രി കിടന്നാൽ ശമ്പളത്തിന്റെ പകുതി പോയി. പിന്നെ എനിക്ക് ലോൺ അടയ്ക്കാൻ കടം വാങ്ങി. ഒരാളുടെ കാര്യമാണ്. 5 പേരടങ്ങുന്ന ഒരു കുടുംബമാണെങ്കിൽ വലിയ പ്രശ്നമാണ്. പനി എല്ലാവർക്കും വരും. കൂടെ ഒരാഴ്ച അടുത്ത ആൾ അഡ്മിറ്റ് ആവും. ഇത് ഈ പ്രശ്നം നമ്മൾ ദൈനംദിനമായി കാണുകയാണ്. ഈ കാണുമ്പോൾ ഇതിന് പരിഹാരം ഇതേ ഉള്ളൂ. ഇൻഷുറൻസ് നിർബന്ധമായിട്ട് എടുത്തേ പറ്റൂ. അതിന് ഹിഷാമിനെ പോലെ ആൾക്കാർ ചെയ്യേണ്ടത് ജനങ്ങൾക്ക് അതിന് തിരിച്ചറിയുന്ന ബോധവൽക്കരണം വേണം. അപ്പൊ ഇതുപോലത്തെ ഒരു വീഡിയോ ഇന്ന് കാണുന്ന ആൾക്കാർക്ക് സത്യം പറഞ്ഞ ഒരു ബോധവൽക്കരണം കൂടിയാണ്. പല ആൾക്കാർക്ക് മനസ്സിലുള്ള ചോദ്യമുണ്ട്. അതാണ് ഇപ്പൊ നവാസ്ക ചോദിക്കുന്നത് അല്ലേ. അപ്പം അതിനുള്ള ഉത്തരം കൂടി കൊടുക്കാൻ പറ്റിയത് അറ്റ്ലീസ്റ്റ് നമ്മുടെ കണ്ണൂരിലെ ആവറേജ് ജനസംഖ്യ കണ്ണൂർ എന്ന ജില്ലയിൽ മാത്രം എടുക്കുകയാണെങ്കിൽ 40 ലക്ഷത്തോളം ജനസംഖ്യയുണ്ട്. ഈ 40 ലക്ഷം ആൾക്കാർ പോട്ടെ, ഒരു 30 ലക്ഷം ആൾക്കാരെങ്കിലും ഇൻഷുറൻസ് എടുത്തിട്ടുണ്ടെങ്കിൽ ഇന്ന് കണ്ണൂരിൽ ആശുപത്രി ബില്ലടയ്ക്കാൻ വേണ്ടി സോഷ്യൽ മീഡിയ പിരിവ് നിർത്താം. ആശുപത്രി ബില്ലടയ്ക്കാൻ വേണ്ടി ബക്കറ്റ് പിരിവ് നിർത്താം. ആശുപത്രിയിൽ ബില്ലടയ്ക്കാൻ വേണ്ടി നമ്മൾ സ്വർണ്ണപ്പണയം നിർത്താം. ബില്ലടയ്ക്കാൻ വേണ്ടി വീട് പണയം വെക്കാം. വായ്പ എടുക്കണമെങ്കിൽ 10% പലിശ ബാങ്കിൽ കൊടുത്തിട്ടാണ് ആശുപത്രി ബില്ലടയ്ക്കാൻ വായ്പ എടുക്കുന്നത്. ഇതെല്ലാം നമുക്ക് നിർത്താം അല്ലെ. ഈ ഒരു ബോധവൽക്കരണം ഈ കണ്ണൂരുകാർ, ഈ പറയുന്ന 40 ലക്ഷം ജനസംഖ്യ ഈ ചാനലിലൂടെ ഈ വീഡിയോ കാണുകയാണെങ്കിൽ ഒരു കാര്യം ചിന്തിക്കുക. ഒരു നിമിഷത്തേക്ക് ഇവരൊക്കെ നമ്പറുകൾ ഉണ്ടാവും, വിളിച്ചാൽ അവരെല്ലാം വീട്ടിൽ പോയി ഇവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു പറഞ്ഞു കൊടുക്കാം. ആ ലെവലിലുള്ള സംവിധാനം ഉണ്ടോ? ഇപ്പോഴും സാധാരണക്കാരൻ അപ്രോച്ച് ചെയ്യാൻ, ഇപ്പം സാധാരണക്കാരൻ ഇത് സംബന്ധിച്ച് ബോധം നൽകാനുള്ള ഒരു സംവിധാനം നിലവിൽ ഇപ്പോൾ ഇല്ല ശരിക്കും. അപ്പൊ അതിനെന്താണ് നമുക്ക് ചെയ്യാൻ പറ്റുക? സർ, നമുക്കിപ്പോൾ ചെയ്യാൻ പറ്റുന്ന ഇപ്പോൾ ഇതുപോലത്തെ ഒരു വീഡിയോ ആളുകൾ കാണുകയാണെങ്കിൽ വീഡിയോ എത്രത്തോളം റീച്ച് പോകുന്നു, നമുക്ക് അവിടെ നിന്ന് നമുക്ക് ഇപ്പം പോകുന്ന നമ്മള് 20 ലക്ഷം കണക്ടിവിറ്റി ഉള്ളതാണ്. മാത്രമല്ല ലോകം മുഴുവൻ ഞങ്ങളുടെ ഓൺലൈനിലൂടെയും കാണുന്നു. അതെ, 40 ലക്ഷം ജനസംഖ്യയിൽ 20 ലക്ഷം വീഡിയോ ആണ്. അത് ചാനലിലൂടെ തന്നെ കാണും. അതെ, നമുക്കപ്പം മാക്സിമം ചെയ്യാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് ആൾക്കാർ എത്രത്തോളം ബോധവൽക്കരിക്കാൻ പറ്റുന്നുണ്ടോ. ഇപ്പൊ സാധാരണ ഒരു യൂട്യൂബിൽ റീല് കാണാൻ തന്നെ ചുമ്മാ ഒരു ഡാൻസ് വീഡിയോ കണ്ട ആൾക്കാർ റീല് പോകുന്നത് പാസ് ചെയ്ത് പോകുന്നതിനെ കടന്ന് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ, ഇതേപോലത്തെ ഹെൽത്തിന്റെ പോലത്തെ ഇമ്പോർട്ടന്റ് ആയ കാര്യങ്ങൾ ആൾക്കാർ
ചിന്തിക്കാൻ തുടങ്ങണം. ചിന്തിച്ചിട്ടില്ലെങ്കിൽ ഇനിയെങ്കിലും ചിന്തിക്കാൻ തുടങ്ങി അതിലേക്ക് കണക്ട് ചെയ്യണം. അങ്ങനെ വന്നാലേ ഇത് കാര്യങ്ങൾ. ഒരു രസകരമായ കാര്യം ഞാൻ പറഞ്ഞുതരാം. എന്റെ കൂടെ ഒരു ചെറുപ്പക്കാരനുണ്ട്, ഒരു 23-24 വയസ്സേ ഉള്ളൂ. അപ്പൊ ഇവന് എല്ലാ ഫോൺ ഇറങ്ങുമ്പോഴും ഇവൻ ഈ ഫോൺ മാറ്റും. ഇവനിപ്പം പുതുതായിട്ട് iPhone 17 Pro വന്നപ്പോഴും അതിന് 1.5-1.25 ലക്ഷം രൂപ വിലയുണ്ട്. ഇവന് ശമ്പളം 25,000 രൂപയുള്ളൂ കേട്ടോ. ഇവൻ ഈ ഫോൺ വാങ്ങിക്കും. അപ്പൊ ഞാനൊരു അതിശയമായി ചോദിച്ചു, മോനെ നീ നിനക്ക് ഈ കിട്ടുന്ന ശമ്പളത്തിൽ നിന്ന് ഈ 1.25 ലക്ഷം രൂപ ഫോണൊക്കെ വാങ്ങിക്കുമ്പോഴത്തേക്ക് നീ എങ്ങനെ ഇത് മുതലാവുന്ന, അല്ലെങ്കിൽ നീ എങ്ങനെ ഈ പൈസ നിനക്ക് പറ്റുന്നു? സാർ അത് ഞാൻ EMI എടുക്കും. അപ്പം ഞാൻ ശമ്പളം അടയ്ക്കുന്നത് EMI അടയ്ക്കും, ശമ്പളം വാങ്ങിച്ച് EMI അടയ്ക്കാൻ വേണ്ടിയാണ്. അപ്പം ഇനി ഞാൻ പറഞ്ഞ ഇപ്പൊ iPhone 17 Pro ഒരു 6 മാസം കഴിഞ്ഞാൽ പുതിയ ഫോൺ വരും. അതിനപ്പം അവന്റെ ഉത്തരം, പുതിയ ഫോൺ വരുമ്പോൾ ഞാൻ ഇത് കൊടുക്കും, എന്നിട്ട് പുതിയ ഫോൺ എടുത്തിട്ട് ഞാൻ വേറെ EMI എടുക്കും. അപ്പൊ അതിങ്ങനെ അവൻ അടച്ചുകൊണ്ടേയിരിക്കും. പക്ഷെ അതവൻ ഹരം കണ്ടെത്തുകയാണ്. അപ്പൊ ഞാൻ ചോദിച്ചു, നീ ഹെൽത്ത് ഇൻഷുറൻസ് വല്ല എടുത്തിട്ടുണ്ടോ, നീയോ നിന്റെ വീട്ടുകാരോ? ഹേയ്, നമുക്ക് ഈ പ്രായത്തിൽ അസുഖമൊന്നും വരില്ല സാർ, അതുകൊണ്ട് ഹെൽത്ത് ഇൻഷുറൻസ്. അപ്പൊ നമുക്ക് ഈ പ്രായത്തിൽ അസുഖം വരില്ല, അതുകൊണ്ട് ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കണമില്ല. അപ്പൊ ഞാൻ ആലോചിക്കുന്നത്, എടാ നിനക്ക് 1.25 ലക്ഷം രൂപയുടെ ഫോൺ ഉപയോഗിക്കാൻ പറ്റും. 1.25 ലക്ഷം രൂപയുടെ ഫോൺ അടയ്ക്കാൻ നീ മാസം ഒരു 4,000 രൂപ 5,000 രൂപ നീ മാസം അളവ് ഈ ഫോണിന് വേണ്ടി അടയ്ക്കുന്നുണ്ട്. ശമ്പളത്തിന്റെ ഏതാണ്ട് ഒരു 30% പൈസ അവൻ ഈ ഫോണിന് വേണ്ടി അടച്ചു കളയുകയാണ്. അതേസമയം അവൻ പറയുകയാണ്, ഒരു ദിവസം വെറും 20 രൂപ ചെലവ് വരുന്ന ഹെൽത്ത് ഇൻഷുറൻസ്, അല്ലെങ്കിൽ ഒരു മാസം വെറും 600 രൂപ ചെലവ് വരുന്ന ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കാൻ എനിക്ക് ആവശ്യമില്ല എന്ന് പറഞ്ഞാൽ നമ്മുടെ വിദ്യാഭ്യാസ രംഗത്തെ ഒരു പോരായ്മയായിട്ട് പ്രധാനോട് ചോദ്യം ഇതാണ്. താങ്കളൊരു ഇസ്ലാം മതവിശ്വാസിയല്ലേ? ഞാനും ഒരു ഇസ്ലാം മതവിശ്വാസിയാണ്. ഈ മുസ്ലിം കമ്മ്യൂണിറ്റിയിലാണ് ഇത് ഏറ്റവും ഭീകരമായ രീതിയിൽ പടർന്ന് പിടിച്ചിട്ടുള്ളത്. വാക്സിനേഷനെ എതിർത്ത ഒരു സമൂഹം നമ്മുടെ കയ്യിലുണ്ട്. അതൊക്കെ അങ്ങനെ തുറന്നു പറഞ്ഞേ പറ്റൂ. പലതും നമ്മൾ പിന്നീടാണ് തിരിച്ചറിയുക. ഇതൊരു ഹറാമാണോ? താങ്കളുടെ ഒരു അനുഭവം വെച്ച് താങ്കൾ. ആശുപത്രിയിൽ നിൽക്കുന്ന ആൾക്കാർക്കാണ് എല്ലാ മതവും നമുക്കൊന്ന് തന്നെയാണ്. കാരണം ഇന്ന് ഏറ്റവും കൂടുതൽ പ്രാർത്ഥനകൾ നടക്കുന്ന എവിടെയാ വെച്ചാൽ ഞാൻ പറയാം ആശുപത്രിയിലാണ്, അല്ലെ? അവിടെ ഹിന്ദു ഉണ്ട്, മുസൽമാനുണ്ട്, ക്രിസ്ത്യാനി ഉണ്ട്. അവർ ഒരേ ഹാളിൽ കിടക്കുകയും ചെയ്യും, ഒരേ ഹാളിൽ പ്രാർത്ഥിക്കുകയും ചെയ്യും. കാരണം അവിടെ അവന്റെ മനസ്സുകൊണ്ട് ഉരുകി അകത്ത് കിടക്കുന്ന ആളുടെ ജീവന് വേണ്ടി അവൻ അപേക്ഷിക്കുകയാണ് ദൈവത്തോട്. അപ്പൊ ഇവിടെ മതമില്ല, ഇവിടെ വിശ്വാസങ്ങൾ. തിയേറ്ററിന്റെ മുന്നിൽ എല്ലാ മതക്കാരും ഒരുമിച്ച് പ്രാർത്ഥിക്കുക, അല്ലെ? ഉള്ളൊരുക്കി പ്രാർത്ഥിക്കുക. അപ്പൊ ഇതൊരു സത്യാവസ്ഥയാണ്. അപ്പൊ ഏറ്റവും വലിയൊരു ആശുപത്രിയാണ്. കാരണം ഇന്ന് ഏത് ആശുപത്രിയുണ്ട്, സർക്കാർ ആശുപത്രി ആവട്ടെ, സ്വകാര്യ, എല്ലാവരും ജീവന് വേണ്ടി, അല്ലെങ്കിൽ ഒരു മനുഷ്യന് ഏറ്റവും ദുസ്സഹമായ അവസ്ഥയാണ് ഒരു ആശുപത്രി കിടക്കയിൽ കിടക്കുക എന്നുള്ളത്, അല്ലെ? അവിടെ അത് കിടക്കാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ദൈവത്തോട് എല്ലാ ദിവസവും പ്രാർത്ഥിക്കുന്നത്, ആരോഗ്യം തരണേ, ആരോഗ്യം തരണേ, ആരോഗ്യം തരണേ എന്നുള്ളത്. അപ്പം ഇതില് അസുഖം വന്ന് നമുക്ക് സമ്പത്ത് മൊത്തം നമ്മളെടുത്ത് വിറ്റ് കളയുന്നു. ഇതിലൊന്നും ഒരു മതം ഒരിക്കലും എതിർപ്പ് പറയാൻ പാടില്ലെന്ന് വിശ്വസിക്കണം, ഏത് മതമാവട്ടെ. ഇനി മുസ്ലിം സമുദായത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ എനിക്ക് ഏറ്റവും എടുത്തു പറയേണ്ട ഒരു സംഭവമുണ്ട്. ഗൾഫ് രാജ്യങ്ങൾ, UAE, സൗദി അറേബ്യ, ഒമാൻ, ഖത്തർ, കുവൈറ്റ് തുടങ്ങിയ എല്ലാ ഗൾഫ് രാജ്യങ്ങളും കമ്പൽസറി ഇൻഷുറൻസ് ആണ്. അവിടുത്തെ പൗരന്മാർക്ക് കമ്പൽസറി ഇൻഷുറൻസ് ഉണ്ട്. ഗവൺമെന്റ് ആ ഇൻഷുറൻസിന് പ്രീമിയം അവർ അടയ്ക്കുന്നുണ്ട്. ഇനി അവിടെ മലയാളികൾ മതത്തിന്റെ ഉത്ഭവം അവിടെ മലയാളികൾ ജോലി ചെയ്യുന്ന ഒരുപാട് സ്ഥാപനങ്ങൾ, അവർ അവിടെ ഇൻഷുറൻസ് എടുത്താൽ ഇവിടെ ഈ പ്രയോറിറ്റി കിട്ടും. അല്ല, അതുകൊണ്ട് ഞാൻ പറഞ്ഞുതരാം. അപ്പൊ മലയാളികൾ ജോലി ചെയ്യുന്ന ഒരുപാട് സ്ഥാപനങ്ങളുണ്ട്. അപ്പൊ അവിടെ സ്ഥാപനത്തിൽ ജോലി ചെയ്യണമെങ്കിലും ഇൻഷുറൻസ് നിർബന്ധമായിട്ട് അത് വേണം എന്നുള്ളൊരു നിയമമുണ്ട്. അപ്പം അവിടെ ആ നിയമം ഉണ്ടെങ്കിൽ നമ്മുടെ നാട്ടിൽ എന്തുകൊണ്ട് ആ നിയമത്തിനെ എതിർത്ത് നമ്മൾ പറയുന്നു എനിക്കറിയില്ല. ഞാൻ പണ്ഡിതന്മാർക്ക് അതിന് ഉത്തരം ചിലപ്പോൾ പറയാൻ പറ്റുമായിരിക്കും, എനിക്കറിയില്ല. പക്ഷെ ഇത്തരം രാജ്യങ്ങൾക്ക് അതുണ്ടെങ്കിൽ നമ്മൾ എന്തിനത് മാറി നിൽക്കും? നമുക്കും അതിന്റെ ഭാഗമായിക്കൂടി. രണ്ട്, ഇനി ഇൻഷുറൻസ് കമ്പനികളുടെ വേറൊരു കാര്യം കൂടി ഞാൻ പറയാം. ഇപ്പം OP അടക്കം ഇൻഷുറൻസ് കൊടുക്കുന്ന ഒരു സംവിധാനത്തിലേക്ക് ഇപ്പൊ കമ്പനീസ് വരുന്നുണ്ട്. പണ്ട് നമുക്ക് കിടത്തി ചികിത്സ വരുമ്പോൾ മാത്രമേ ഇൻഷുറൻസ് കിട്ടുള്ളൂ. ഇന്ന് അങ്ങനെയല്ല. ഇന്ന് ഒരു ചെറിയൊരു OP ഒരു 300 രൂപയോ 400 രൂപയോ ചെലവാകുന്ന OPക്ക് വരെ ഇൻഷുറൻസ് കവറേജ് കിട്ടുന്നുണ്ട്. ഇന്ന് വിദേശ രാജ്യങ്ങളിൽ ഫോക്കസ് ചെയ്യുന്ന ഒരു സിസ്റ്റം ഉണ്ട്. അത് ഞാൻ ഈ മതത്തിനെ കുറിച്ചും ബാക്കിയെല്ലാം പറയുമ്പോഴാണ് എനിക്ക് അതുകൂടെ പറയാനുള്ളത്. ഇപ്പം US പോലെയുള്ള ഒരു രാജ്യത്ത്, ഏറ്റവും ഡെവലപ്ഡ് ആയിട്ടുള്ള കൺട്രിയിൽ അവർ ചെയ്യുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ കമ്പൽസറി ഇൻഷുറൻസ് എന്തായാലും എടുക്കണം. അപ്പം ഇൻഷുറൻസ് കമ്പനിയുടെ റെസ്പോൺസിബിലിറ്റിയാണ് ഈ ആളുടെ വെൽനെസ് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട്.
ഇപ്പം നമ്മുടെ നാട്ടിൽ നമ്മൾ പാലിക്കാത്ത കാര്യം, നമുക്ക് തോന്നിയ ഭക്ഷണം കഴിക്കും, നമ്മൾ വ്യായാമം എടുക്കില്ല, അസുഖത്തെ നമ്മൾ വിളിച്ച് ക്ഷണിച്ച് വരുത്തും, വാ വന്നോ കയറിക്കോ എൻ്റെ ശരീരത്തിൽ കയറിക്കോന്ന് പറഞ്ഞു. പക്ഷേ US-ലും UK-ലും ഒക്കെ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ ഗവൺമെന്റ് കമ്പൽസറി ഇൻഷുറൻസ് ആയതുകൊണ്ട് തന്നെ ഗവൺമെന്റിന് ഇവര് എല്ലാവരും കൂടെ കിടപ്പിലായി കഴിഞ്ഞാൽ ഒരു ബാധ്യത ഭയങ്കരമായിരിക്കും. അതുകൊണ്ട് അവർ ആരോഗ്യത്തെ ഫോളോ ചെയ്യും. അപ്പം ഇൻഷുറൻസ് കമ്പനി മുഖേന ഇവർ എല്ലാ വർഷവും ഹെൽത്ത് ചെക്കപ്പ് നടത്തുന്നുണ്ട്. ഈ ഹെൽത്ത് ചെക്കപ്പ് നടത്തുന്ന ആൾക്കാർക്ക് ഒരുപാട് അഡ്വാൻറ്റേജസ് അവർ കൊടുക്കും. ഇവർക്ക് അസുഖം വരാതെ ഇവരുടെ ലോഞ്ചിറ്റിവിറ്റി നന്നായി മെയിൻറ്റെയിൻ ചെയ്യുന്ന ആൾക്കാർക്ക് ഇവർ ഒരുപാട് ബെനിഫിറ്റ്സ് കൊടുക്കും. അപ്പം ഈ ഒരു ഇൻഷുറൻസ് കമ്പനിയുടെ റെസ്പോൺസിബിലിറ്റിയും കൂടിയാണ്, ഒരു പൗരന്റെ ഹിഷാം ഉള്ളതുകൊണ്ട് പറയുന്നതാണ്, റെസ്പോൺസിബിലിറ്റിയാണ് ആ പൗരൻ ആശുപത്രിയിൽ കിടക്കയിൽ കിടക്കാതെ കൊണ്ടുപോകാനുള്ള ഉത്തരവാദിത്തങ്ങൾ ഇവരുടെ ഉണ്ട്, നമ്മുടെയും ഉണ്ട്. കാരണം അത് നമ്മൾ ഫോളോ ചെയ്യുന്നുണ്ടോ? സ്റ്റാർ ഹെൽത്ത് ഫോളോ ചെയ്യുന്നുണ്ടോ? എല്ലാ ഹെൽത്ത് ഇൻഷുറൻസിന്റെ എല്ലാ പാക്കേജിന്റെ കൂടെയും അതിന്റെ അകത്ത് ആ പാക്കേജിനനുസരിച്ചുള്ള ഹെൽത്ത് ചെക്കപ്പ് ഫ്രീ ആയിട്ട് ആ പാക്കേജിൽ തന്നെ ഉണ്ട്. അത് മിക്കവാറും അഡ്വൈസർമാർ, ഞാൻ പലതും ഇപ്പം സാറ് പറഞ്ഞത് ഞാൻ പറയണം, ഞാൻ നമ്മുടെ നാട്ടിൽ തന്നെ ഇപ്പൊ എന്റെ ത്രൂ അല്ലാതെ ഞാൻ എടുത്ത കുറെ ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട് ഞാൻ. അപ്പൊ ഞാൻ അവരത് കുറെ ആൾക്കാർ ആഡ് ചെയ്യാൻ പറ്റുമോ? ഇല്ലെങ്കിൽ ആഡ് ചെയ്യാനുള്ള സംഭവം അതിന്റെ അകത്ത് തന്നെ ഉണ്ട്. ആ കറന്റ്ലി അതിന്റെ അകത്തുണ്ട്. അത് നമ്മൾ പറഞ്ഞു കൊടുക്കുമ്പോൾ എനിക്ക് പോലും അറിയില്ല. എനിക്ക് 15 വർഷമായിട്ട് എനിക്കറിയില്ല. നമുക്ക് ആ ഫോണിൽ നമുക്ക് സ്റ്റാർ ഹെൽത്തിന്റെ ആപ്പിൽ തന്നെ ഇപ്പൊ സാറിന്റെ പോളിസി നമ്പർ വെച്ചിട്ട് നമുക്ക് ചെക്ക് ചെയ്യണമെങ്കിൽ അതിന്റെ അകത്ത് തന്നെ ഉണ്ടാവും നമുക്ക് ഏതാണ്, നമുക്ക് ഏതൊക്കെ, അത് വിത്ത് ലാബ്സ്, ഏതൊക്കെ ലാബാണ് അതിന്റെ അകത്തുള്ളത് നമുക്ക് അതിനകത്ത് വരും. എത്ര ടെസ്റ്റുകൾ, 19 ടെസ്റ്റ് ആണെങ്കിൽ, അതിന് മേലെയാണെങ്കിൽ, അതിന് കുറവാണെങ്കിൽ എത്ര ടെസ്റ്റുകളാണ്, ആ അവൈലബിലിറ്റി അതിന്റെ തന്നെ ഉണ്ടാവും. നമുക്ക് ജസ്റ്റ് ആ ഡേറ്റ് നോക്കിയാൽ മനസ്സിലാവും. ഒരു ചോദ്യം, ഈ നമ്മളെ ഈ പ്രസവം മുതൽ ഇപ്പൊ നോർമലി നടക്കുന്ന ഒരു പ്രക്രിയയാണ്, പക്ഷേ പ്രസവം പലപ്പോഴും കോംപ്ലിക്കേറ്റഡ് ആയി മാറുന്നു. പണ്ട് പ്രസവം എന്ന് പറഞ്ഞ ഒരു സാധാരണ പ്രക്രിയയായിരുന്നു, വീട്ടിലടക്കം ആളുകൾ പ്രസവിക്കുകയായിരുന്നു. ഇന്ന് ഒരാൾ ഗർഭിണി ആയി തുടങ്ങിയാൽ ആഴ്ചയിൽ സ്കാൻ, ഓരോ മാസവും സ്കാൻ, ബെഡ് റെസ്റ്റ് കാര്യങ്ങൾ, പിന്നെ അതുകൂടാതെ കുട്ടി ജനിക്കുമ്പോൾ തന്നെ പല രീതിയിലുള്ള വാക്സിനൊക്കെ 10,000 20,000 ഒക്കെ വിലയുള്ള വാക്സിനുകളാണ് ഇന്ന് കുട്ടികൾക്ക് എടുക്കുന്നത്. ഇതൊക്കെ കവറിങ്ങിൽ, ഇൻഷുറൻസ് കവറിങ്ങിൽ വരുന്നുണ്ടോ? പ്രസവം അടക്കമുള്ള, പ്രസവം ഒരു അസുഖം അല്ലാത്തതുകൊണ്ട് തന്നെ അത് കവറേജിൽ വരുന്ന സംവിധാനമുണ്ട്. ഡെലിവറി എക്സ്പെൻസസ് കവർ ആകുന്ന രീതിയിലുള്ള പാക്കേജുകളുണ്ട്. അതുണ്ട്. ഡെലിവറി എക്സ്പെൻസസ് കവറേജ് ആകുന്നത് ഡെലിവറി ദിവസത്തെ എക്സ്പെൻസസ് മാത്രം, അതല്ല നമുക്ക് പ്രീനേറ്റൽ ആൻഡ് പോസ്റ്റ് നേറ്റൽ, പ്രസവത്തിന് മുന്നേയും പ്രസവത്തിന് ശേഷവും അതെല്ലാം ഉണ്ട്. വാക്സിനേഷനോ ഉണ്ട്. അതും കവർ ചെയ്യുന്നതാണ്. നമുക്ക് കവറേജ് ഉള്ള നമുക്ക് ഓരോന്നും ഓരോ കവറേജ് ആണ്. നമുക്ക് എല്ലാം കൂടി ഒരു പാക്കേജിനല്ല, നമുക്ക് അങ്ങനെ വരുന്ന രീതിയിലുള്ള പാക്കേജുകളുണ്ട്. നിങ്ങൾക്ക് ഏതും ചൂസ് ചെയ്യാം. അതെ, നമുക്ക് എന്താണോ കസ്റ്റമറിന്റെ പ്രയോറിറ്റി അതിനനുസരിച്ചാണ് നമുക്ക്. ഈ ക്യാൻസർ എന്ന് വ്യാപകമായിക്കൊണ്ടിരിക്കുകയാണ്. ക്യാൻസർ രോഗം ഇപ്പൊ എല്ലാവരും ആശങ്കയോടെ നോക്കി കാണുന്ന, ഇപ്പം ക്യാൻസറിന് ചികിത്സ തേടി പോകുന്നവരാണ് കടുത്ത ദാരിദ്ര്യത്തിലേക്കും തകർച്ചയിലേക്ക് പോകുന്ന രംഗം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയുള്ള ക്യാൻസർ രോഗം ഇതിനകത്ത് ഇൻക്ലൂഡ് ആകുന്നുണ്ട്? സർ, ക്യാൻസറിന് വേണ്ടി നമുക്ക് വേണമെങ്കിൽ നമുക്ക് പ്രത്യേകം പ്ലാനുകളുണ്ട്. ക്യാൻസറിന് വേണ്ടി വേണമെങ്കിൽ മാത്രം നിലവിലുള്ള പോളിസിക്ക് പുറമെ അതെല്ലാം നമുക്ക് വേണമെങ്കിൽ ആഡ് ഓൺ ആയിട്ട് കൊടുക്കാം. അതല്ലാതെ ഇപ്പൊ ഞാൻ ഇപ്പൊ റീസെന്റ് ആയിട്ട് ഏറ്റവും അടുത്ത് റീസെന്റ് ആയിട്ട് എനിക്ക് വന്ന ഒരു കസ്റ്റമറിന്റെ ഒരു എൻക്വയറി, ആ പുള്ളിക്കാരി ഇവിടെ ഒരു പ്രമുഖമായ ഹോസ്പിറ്റലിൽ അവരുടെ ഫാദറിനെ ട്രീറ്റ് ചെയ്താണ്. അവർ അത്യാവശ്യം കുഴപ്പമില്ലാതെ സാമ്പത്തിക സ്ഥിതിയുള്ള ഒരു വ്യക്തിയാണ്. അവർ ഇൻഷുറൻസ് എടുക്കാനുള്ള മെയിൻ കാരണം അവർ അച്ഛൻ ഹോസ്പിറ്റലിൽ കിടന്ന് 2-3 മാസമേ അവർ ആ പുള്ളി ഉണ്ടായിരുന്നുള്ളൂ, ജീവനോട് ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ ആ സമയം കൊണ്ട് അവർക്ക് വന്ന സാമ്പത്തിക ബാധ്യത അത്രയും വലുതാണ്, ഒന്നും ഉണ്ടായിരുന്നില്ല. അതിനുശേഷമാണ് ഭയന്നിട്ട് അവർ ഇൻഷുറൻസ് എടുത്തത് തന്നെ. ക്യാൻസറും കവേർഡാണ്. ഇപ്പോൾ ഇൻഷുറൻസ് കമ്പനികൾക്കൊക്കെ വലിയ വിജിലൻസ് വിങ്ങുകൾ, റിട്ടയർ ചെയ്ത IPS ഉൾപ്പെടെ ഇൻഷുറൻസ് കമ്പനികളുടെ വിജിലൻസ് വിങ്ങിൽ പ്രവർത്തിക്കുന്നതായിട്ട് ഇപ്പോൾ കണ്ടെത്തിയിട്ടുണ്ട്. പലപ്പോഴും നമ്മൾ തന്നെ അങ്ങനെയുള്ള ആളുകളെ പരിചയപ്പെടേണ്ട സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അത്ര ആളുകൾ കളവ് പറയുന്നുണ്ടോ ഈ രംഗത്ത്? ഉണ്ടാവില്ല സാർ. അവർ കള്ളം പറഞ്ഞാൽ അവരുടെ റെപ്യൂട്ടേഷൻ അത് ബാധിക്കില്ലേ? അവർ ഇത്രയും കാലം കൊണ്ട് അവർ ബിൽഡ് ചെയ്ത് വെച്ചൊരു റെപ്യൂട്ടേഷൻ. ഇപ്പോൾ ഈ വിജിലൻസ് വിങ് അല്ലേ താങ്കളുടെ ശ്രദ്ധയില്ലേ? ഈ വിജിലൻസ് നിങ്ങളുടെ ഹോസ്പിറ്റലിലൊക്കെ വിജിലൻസുകാർ വരുന്നില്ല, അതെല്ലാം മിക്കവാറും റിട്ടയർഡ് SP മാരും DVSP മാരും ഒക്കെയാണ് വരുന്നത്. എന്താണ് അതിൻ്റെ ഒരു സ്വഭാവം? സിസ്റ്റം മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി, അതായത് ഇതില് ഈ പറയുന്ന ഇൻഷുറൻസ് കമ്പനിയുടെ അപ്പോൾ ഒരു 100 പേരെ നിന്ന് കിട്ടുന്ന പ്രീമിയം ആണ് ഇവര് വ്യക്തികൾക്ക് തിരിച്ച് പൈസ ചെലവാക്കുന്നത്, അല്ലാതെ കമ്പനി അല്ലല്ലോ ചെലവാക്കുന്നത്. അപ്പൊ നാട്ടുകാരുടെ പൈസ തന്നെ പ്രോപ്പറായിട്ട് ഷെയർ ചെയ്ത് അനധികൃതമായി ഇതിലെന്തെങ്കിലും നടക്കുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്താൻ വേണ്ടി വിജിലൻസ് അന്വേഷണം വളരെ നല്ലതാണ്. അപ്പൊ അതിന് രണ്ട് സൈഡിലും ഒരു സ്വകാര്യത, ഒരു ട്രാൻസ്പെറൻസി അവിടെ ഉണ്ടാവും. ഇപ്പൊ നിങ്ങളുടെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആകുന്ന ഒരാൾക്ക് നിങ്ങൾ ആദ്യം തന്നെ ഇൻഷുറൻസ് ഉണ്ടോ എന്ന് വെരിഫൈ ചെയ്യാറുണ്ടോ? നമ്മൾ ഏത് പേഷ്യന്റോടും ഇൻഷുറൻസ് ഉണ്ടോ ഇല്ലയോ എന്ന് ചോദിക്കും. കാരണം ഇൻഷുറൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ അഡ്മിറ്റ് ചെയ്ത അന്ന് മുതലുള്ള റെക്കോർഡ്സ് നമ്മൾ മെയിൽ ചെയ്ത് കൊടുക്കണം. അതിന് വേണ്ടിയാണ് നമ്മൾ ചോദിക്കുന്നത്. നമ്മൾ ഏതൊരു പേഷ്യന്റ് അഡ്മിറ്റ് ആകുമ്പോൾ ഇൻഷുറൻസ് ഉണ്ടെങ്കിൽ ഏത് കമ്പനി ഇൻഷുറൻസ് അതിന്റെ ഡോക്യുമെന്റ് നമ്മൾ കാണിക്കാൻ പറയും. ഈ ഡോക്യുമെന്റ് കാണിച്ചു കഴിഞ്ഞാൽ ആ ഇൻഷുറൻസിന്റെ TPA ഏതാണെന്ന് നോക്കിയിട്ട്
ആ TPക്ക് ഹോസ്പിറ്റൽ ഇൻഷുറൻസ് ഡെസ്ക് മെയിൽ അയക്കും. ഇപ്പൊ എല്ലാ ഹോസ്പിറ്റൽ ഇൻഷുറൻസ് ഡെസ്ക് ഉണ്ട്. ഡെസ്ക് ഉണ്ട്. ആ ഡെസ്ക് മെയിൽ അയച്ചു കൊടുത്തതിന് അവർ ബാക്കി കോർഡിനേറ്റ് ചെയ്യും. ഇപ്പം സാധാരണ വരുന്ന ഇൻഷുറൻസ് ഇല്ലാത്ത മനുഷ്യരെ ഇൻഷുറൻസിന്റെ അനിവാര്യത ബോധ്യപ്പെടുത്താനുള്ള ഒരു സംവിധാനം നിങ്ങളുടെ ആശുപത്രിയിൽ നമ്മൾ നിരന്തരമായി ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം അതാണ്. പക്ഷെ അതില് ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാവേണ്ടിയിരിക്കുന്നു. ഇപ്പം ഹിഷാം പറഞ്ഞ പോലെ ഒന്ന്, ആൾക്കാർക്ക് ഇതിന് ഇമ്പോർട്ടൻസ് അറിയില്ല. അപ്പം ആശുപത്രിയിൽ വന്ന് അഡ്മിറ്റ് ആവുന്ന സമയത്ത് ഇൻഷുറൻസ് എടുത്തിട്ട് ഞാൻ ചികിത്സിക്കാൻ വരാന്ന് പറഞ്ഞാൽ ചിലപ്പോൾ പ്രായോഗികമായി നടക്കുന്ന കാര്യമാണ്. കാരണം ഒരു ഇൻഷുറൻസ് എടുത്ത് ഇത്ര വർഷം കഴിഞ്ഞാലേ അവർക്ക് ക്ലെയിം കിട്ടുള്ളൂ. ഒരു 2 വർഷം 3 വർഷം വെയിറ്റിംഗ് പീരീഡ് ഒക്കെ ഉണ്ടാവും. അപ്പൊ ചില ആൾക്കാർ പറയും, ഇപ്പൊ ഡോക്ടറെ കണ്ട് ഡോക്ടർ സർജറി പറഞ്ഞു, അപ്പൊ ഇനി ഇപ്പൊ തന്നെ ഇൻഷുറൻസ് എടുത്തിട്ട് ഞാൻ വരട്ടെ. അങ്ങനെയുള്ള ആൾക്കാർ. അപ്പൊ ഇത് നമ്മൾ നേരത്തെ നമ്മൾ പ്ലാൻ ചെയ്യണം. അസുഖം വരുന്നതിന് മുന്നേ നമ്മൾ പ്ലാൻ ചെയ്യേണ്ട കാര്യം, അസുഖം വന്നിട്ടല്ല ഇൻഷുറൻസ് എടുക്കാൻ പോവേണ്ടത്. അതൊരു കാര്യം. നല്ല ആരോഗ്യമുള്ളപ്പോൾ തന്നെ ഇൻഷുറൻസ് എടുക്കണം. നമ്മൾ പറ്റുമെങ്കിൽ ജനിച്ചു വീഴുമ്പോൾ തന്നെ ഒരു കല്യാണം കഴിക്കുന്ന സമയത്ത് ഫസ്റ്റ് ഡോക്യുമെന്റ് ഇൻഷുറൻസ് ആയിരിക്കണം. അവിടെ നമ്മൾ ലൈഫിന്റെ സെക്യൂരിറ്റി. അപ്പൊ ഈ ക്യാൻസർ ബോധവൽക്കരണ ക്ലാസ് പോലെ തന്നെ ഇൻഷുറൻസ് ബോധവൽക്കരണ ക്ലാസ്സിലേക്ക് സമൂഹം എന്തെങ്കിലും പ്ലാൻ ഉണ്ടോ അങ്ങനെ? ഈ ഇൻഷുറൻസ് ബോധവൽക്കരണ ക്ലാസ്സുകൾ നിങ്ങൾ ഇപ്പം നമ്മൾ പല സ്ഥലത്തും ഇപ്പം ഇദ്ദേഹം ഇടയ്ക്ക് ഞങ്ങളുടെയൊക്കെ നഗരത്തിൽ വരാറുണ്ട്. നമ്മൾ ആധുനിക ചികിത്സ സംബന്ധിച്ച് അഡ്വാൻസ്ഡ് ആയിട്ട് ഇനി എന്തെല്ലാം വരാൻ പോകുന്നു എന്നുള്ള കാര്യങ്ങൾ ഇദ്ദേഹം സാധാരണക്കാരെ ബോധവൽക്കരിക്കാറുണ്ട്. നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ഇദ്ദേഹം പറഞ്ഞു കൊടുക്കാറുണ്ട്. എന്ന് പറഞ്ഞതുപോലെ തന്നെ നിങ്ങളെപ്പോലുള്ള കമ്പനികൾക്ക് ഇതിൻ്റെ ഒരു ബോധ്യം മനുഷ്യരിൽ ഉണ്ടാക്കാൻ എന്ത് ചെയ്യാൻ പറ്റും? സർ, ഇപ്പം മാക്സിമം ചെയ്യുന്നത് നമ്മൾക്ക് എങ്ങനെയും നമുക്കൊരു അഡ്വർടൈസ്മെന്റ് പോലെ ഇപ്പം പ്രമുഖരായ, ഇപ്പം ഫിലിം ഇൻഡസ്ട്രിയിൽ തന്നെ പ്രമുഖരായ വ്യക്തികളെ യൂസ് ചെയ്തിട്ട് ഇവരിപ്പോ ഇൻഷുറൻസ് അത് കാണുന്ന ആളുകൾ സാധാരണക്കാരന്റെ മനസ്സിൽ എന്താ വരിക എന്നറിയോ? പരസ്യമായിട്ട് വന്നിട്ടുണ്ട്, രാവിലെ എന്താ പരിപാടി, സ്വർണം വാങ്ങുക, വൈകുന്നേരം എന്താ അത് വിറ്റ് കള്ളു കുടിക്കുക എന്ന് സൂപ്പർ സ്റ്റാർ പറഞ്ഞ നാടാണ് നമ്മുടേത്. നിങ്ങൾ രാവിലെ ഈ പൈസ കൊണ്ടുവരിക, ഞാൻ പറയുന്നിടത്ത് പണയം വെക്കുക, വൈകുന്നേരം നിങ്ങൾ അധ്വാനിക്കുക, പൈസ കൊണ്ടുവന്ന് രണ്ടടിക്കുക, വൈകിട്ട് എന്താ പരിപാടി എന്ന് ചോദിച്ച ഒരു പരസ്യം നമ്മുടെ മനസ്സിലുണ്ട്. പരസ്യമാണോ ശരിക്കും ഇത് വേണ്ടത്, അല്ലെങ്കിൽ ഒരു ജനകീയമായ ഇടപെടലാണോ വേണ്ടത്? എന്താ പറയുന്നത്? ചോദ്യം കാരണം ഇത് പറഞ്ഞു വരുമ്പോൾ ഇതിന്റെ ഗൗരവം ഞാൻ തന്നെ ഉൾക്കൊള്ളുന്നു. അതൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. കാരണം ഇൻഷുറൻസ് കമ്പനിയുടെ ഇന്നത്തെ ജനങ്ങളിലേക്കുള്ള സമ്പർക്കം ഒന്നെങ്കിൽ ഹോർഡിങ്സ്, അല്ലെങ്കിൽ ന്യൂസ് ലെറ്റേഴ്സ്, അല്ലെങ്കിൽ ഇതുപോലെയുള്ള സിനിമാ നടന്മാരോ അല്ലെങ്കിൽ പക്ഷെ ഇതൊരു ഒരു പരസ്യം കമ്പോളത്തിൽ എല്ലാ ഉൽപ്പന്നങ്ങളും വിൽക്കുന്ന പോലെ ആയിപ്പോയി. അതിനേക്കാളിലൊക്കെ പ്രാധാന്യം ഇമ്പോർട്ടന്റ് ഇതിനുണ്ട് എന്നൊരു ബോധ്യം. അപ്പം എനിക്ക് ഹിഷാമിനുള്ള ഒരു റിക്വസ്റ്റ്, ഇപ്പം നിങ്ങളൊരു പർട്ടിക്കുലർ ഏരിയയിൽ നോക്കുന്ന ആളാണെങ്കിൽ പോലും എനിക്ക് തോന്നുന്നു നിങ്ങളുടെ മൊത്തം ഇൻഷുറൻസുകാരുടെ കൂട്ടായ്മ ചെയ്യേണ്ടത് കേരളത്തിന്റെ ഓരോ പഞ്ചായത്ത് അടിസ്ഥാനത്തിൽ പോയി ജനകീയ ഇടപെടൽ, ഗ്രാസ് റൂട്ട് ലെവലിൽ ചെന്ന് ഇൻഷുറൻസിന്റെ ബോധവൽക്കരണം നടത്തണം. അത് ഈ ഒരു ബിസിനസ് കിട്ടാൻ മാത്രമല്ല, പൊതുസമൂഹത്തിലുള്ള ഒരു ഉത്തരവാദിത്വം കൂടിയാണ്. അത് മാത്രമല്ല, ഇതിൽ കമ്മിറ്റ്മെന്റ് കൃത്യമായിട്ട് കൊടുക്കുകയും വേണം. ഇനി ഇൻ കേസ് വേറൊരു കാര്യം കൂടി നവാസ്ക, ഈ ഒരു വേദിയിൽ നമ്മൾ അറിയേണ്ട ഒരു കാര്യമുണ്ട്. ഈ പറയുന്ന എല്ലാം ക്വാളിഫൈ ചെയ്തിട്ടുള്ള ഒരാൾക്കും ഇൻഷുറൻസ് കമ്പനി ഡിനൈ ചെയ്ത സംഭവങ്ങൾ ഉണ്ടായിട്ടില്ലെന്നൊന്നും പറയാനൊക്കില്ല. ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിന് ഓംബുഡ്സ്മാൻ വഴി ഈ ക്ലെയിം ഇൻഷുറൻസ് കമ്പനി തരാൻ ബാധ്യസ്ഥരുമാണ്. അപ്പൊ അതിനുള്ള നിയമ സാധ്യതകൾ എന്തൊക്കെയാണ്? അതായത് നിങ്ങൾ എല്ലാം എഴുതിക്കൊണ്ട് സത്യസന്ധമായി നിങ്ങൾ പോയിട്ട് പോലും ഇൻഷുറൻസ് കമ്പനി തന്നില്ലെങ്കിൽ നിയമപരമായിട്ട് എങ്ങനെ ഇൻഷുറൻസ് കമ്പനിക്ക് നിന്ന് കാശ് വാങ്ങിക്കാൻ പറ്റും ഇൻഷുറൻസ് കമ്പനി പറഞ്ഞു കൊടുക്കണം. യെസ്, നമ്മുടെ സമയം തീരുകയാണ്. പ്രേക്ഷകരെ, ഇതിൽ നിന്ന് ഒരു കാര്യം ബോധ്യപ്പെടുന്നു. വളരെ ചെറിയ സമയമാണ് ഇത്. അപ്രതീക്ഷിതമായി ഉണ്ടായ ഒരു ചിന്തയിൽ നിന്നാണ് ഇങ്ങനെയൊരു നേർരേഖ ഷൂട്ട് വെച്ചപ്പോൾ ഒരു കാര്യം ബോധ്യപ്പെടുന്നുണ്ട്. നമ്മൾ ക്യാൻസർ ബോധവൽക്കരണം പോലെ, നേത്ര പരിശോധന ക്യാമ്പ് പോലെ നമ്മൾ പല സ്ഥലത്തും കാണാം. നേത്ര പരിശോധന ക്യാമ്പ്, ക്യാൻസർ ബോധവൽക്കരണ ക്യാമ്പ്, ക്യാൻസർ ഉണ്ടോയെന്ന് കണ്ടെത്താനുള്ള ക്യാമ്പുകൾ എന്ന് പറഞ്ഞതുപോലെ തന്നെ ആരോഗ്യ സംരക്ഷണം പ്ലസ് ഇൻഷുറൻസ് എന്ന നിലക്ക് തന്നെ ഒരു ബോധവൽക്കരണത്തിലേക്ക് സമൂഹം ഇറങ്ങി പുറപ്പെടണം. ഇപ്പം നമ്മൾ പലപ്പോഴും ഇൻഷുറൻസ് കമ്പനികളെ കുത്തകകൾ എന്നൊക്കെ വിളിക്കുന്നുണ്ട്. പക്ഷേ ഇവിടെ മൊബൈൽ ഫോൺ രംഗത്ത് വിപ്ലവകരമായ മാറ്റങ്ങൾ ഉണ്ടായത് നിങ്ങൾക്കറിയാം, ഈ പറയുന്ന അന്താരാഷ്ട്ര തലത്തിലുള്ള ഇൻ്റർനാഷണൽ ഫേമുകൾ വന്നതിന് ശേഷമാണ്. അതുവരെ നമ്മളൊരു ഫോൺ ലാൻഡ് ലൈനിന് വേണ്ടി BSNLൻ്റെ ഉദ്യോഗസ്ഥരുടെ മുന്നിൽ കാത്തുനിന്ന, MP മാർ റെക്കമെൻഡ് ചെയ്ത, MLA മാർ റെക്കമെൻഡ് ചെയ്ത പല ശുപാർശകളും നടത്തി ലാൻഡ് ലൈൻ മുഴങ്ങിയ ഒരു കാലം നമുക്കുണ്ടായിരുന്നു. ഇപ്പോൾ നമ്മൾ ഈ ഇൻഷുറൻസ് കമ്പനികളൊക്കെ അങ്ങനെയാണ് കാണുന്നത്. അങ്ങനെയല്ല, ഇവരെ ചേർത്ത് പിടിക്കേണ്ടത് ഇൻഷുറൻസ് കമ്പനി അവരുടെ കമ്പനിയിൽ നിന്ന് എടുത്ത് നമുക്ക് എന്തായാലും പൈസ തരുന്നില്ല. നമ്മളുടെ പണം സ്വരൂപിച്ച് നമുക്ക് തരുന്ന ഒരു പണിയാണ് അവരെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് വ്യാപകമാകുക. ഒരാളും ചികിത്സയ്ക്ക് പണമില്ലാതെ സങ്കടപ്പെടരുത്. മാത്രവുമല്ല, ഒരാൾക്കും ആധുനിക ചികിത്സ നിഷേധിക്കപ്പെടുകയും അരുത്. അതിന്
ഇൻഷുറൻസ് അനിവാര്യമാണ്. ആ നിലയിലേക്ക് ജനപ്രതിനിധികളും നമ്മളെ ഭരണാധികാരികളും രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും സന്നദ്ധ സംഘടനകളും ചിന്തിക്കണം. ഇൻഷുറൻസ് എന്ന ഒരു പൊതുബോധം, ആരോഗ്യ ഇൻഷുറൻസ്, ബാക്കി എല്ലാ ഇൻഷുറൻസിനും മൊബൈൽ ഇൻഷുർ ചെയ്യുന്നുണ്ട്, നമ്മൾ വീട്ടിലെ കിച്ചണിലുള്ള എല്ലാ ഉപകരണങ്ങളും ഇൻഷുർ ചെയ്യുന്നുണ്ട്, ഫ്രിഡ്ജ് വാങ്ങിയ ഇൻഷുറൻസ് ഉണ്ട്, AC വാങ്ങിയ ഇൻഷുറൻസ് ഉണ്ട്, എല്ലാത്തിനും ഇൻഷുറൻസ് ഉണ്ട്. നമ്മുടെ ആരോഗ്യം നിലനിർത്താൻ നേരത്തെ സൗഹൃദ മാധ്യമം പറഞ്ഞു, ചുമരുണ്ടെങ്കിലേ നമുക്ക് ചിത്രം വരയ്ക്കാൻ പറ്റൂ. ആ ചുമര് ശക്തമാക്കാനുള്ള ഒരു സംവിധാനം ആരോഗ്യ ഇൻഷുറൻസിലൂടെ ഉണ്ടാകണം. അതിനുള്ള ചെറിയ ശ്രമമാണ് നേർരേഖ നടത്തുന്നത്. ഞങ്ങളോട് സഹകരിച്ച ഫർഹാൻ നിയാസിനും ഹിഷാമിനും ഒപ്പം പ്രേക്ഷകർക്കും നന്ദി, നമസ്കാരം.